പരമസുഖം കേവലം ജ്ഞാനമൂർത്തി ഗുരുവാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധി സാക്ഷിഭൂതം ഭാവാതീതം തരുണരഹിതം സദ്ഗുരും തന്നമാമി ഈശ്വരോ ഗുരുരാത്മീതി മുഖിഭേദവിഭാഗിനി വ്യോമവദ്വ്യാപ്തദേഹായ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യോ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ. കലാഭ്യാം ചോളാലംകൃതശശികലാഭ്യാം നിജതപഫലാഭ്യാം ഭക്തേഷു പ്രകടിതഫലാഭ്യാം ഭവതു മേ ശിവാഭ്യാമസ്തോ ഭക്തിഭവന ശിവാഭ്യാം ശ്രീപുനർഭവാഭ്യാം ആനന്ദസ്ഫുരതലഭവാഭ്യാം ദേയം. എല്ലാ ഭക്തജനങ്ങൾക്കും നമസ്കാരം. ഈ എന്താ പറയുക, വേദിയിൽ കസേരയിൽ ഇരിക്കേണ്ടി വന്നത് ഞാനൊരു ക്യാൻസർ രോഗിയാണ്. എനിക്ക് പല അസ്വസ്ഥതകളുണ്ട് ശരീരത്തിൽ. അതിനകത്ത് കഴിഞ്ഞിരിക്കാൻ എനിക്ക് വിഷമമാണ്. ശ്രമിക്കണം. വിഷയം ശങ്കരം പ്രണമാമ്യഹം എന്നാണ് എനിക്ക് വിഷയം. ഭഗവാൻ പരമശിവനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ശിവം എന്നുള്ള വാക്കിന്റെ അർത്ഥം മംഗളം എന്നാണ്. ശിവം മംഗളം, മംഗളമായിട്ട് മനഃശിവസങ്കല്പവസ്തു. വേദമന്ത്രമാണ് മനഃശിവസങ്കല്പവസ്തു. മനസ്സ് ശിവസങ്കല്പത്തോട് കൂടിയതായി തീരട്ടെ എന്ന് വേദത്തിൽ പറയും. മനസ്സ് ശിവസങ്കല്പത്തോട് കൂടിയതായിട്ട്. കാരണം മനസ്സാണ് നമ്മുടെ എല്ലാ കുഴപ്പങ്ങൾക്കും കാരണമായിട്ടുള്ളത്. ആ മനസ്സ് തന്നെ മോക്ഷത്തിന് കാരണമാണ്. മനയേവ മനുഷ്യാണം കാരണം ബന്ധമോക്ഷ എന്ന് പറയും. മനസ്സ് തന്നെയാണ് ബന്ധത്തിനും മോക്ഷത്തിനും കാരണമായിട്ടുള്ളത്. ആ മനസ്സിനെ വേണ്ട പോലെ വിവേകപൂർവ്വം വേണ്ട പോലെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമുക്ക് അനന്തമായുള്ള ആനന്ദം നമുക്ക് കിട്ടും. ആ തത്വമാണ്, ആ പരമാത്മ തത്വത്തെയാണ് ശിവം എന്ന് പറയുന്നത്. ശൈവന്മാര് ശിവം എന്ന് പറയും, വിഷ്ണു ഭക്തന്മാര് വിഷ്ണു എന്ന് പറയും, ദേവി ഭക്തന്മാര് ദേവി അല്ലെങ്കിൽ ഭഗവതി എന്ന് പറയും. ഇതെല്ലാം തത്വത്തിൽ ഒന്നാണ്, രണ്ടല്ല. പക്ഷെ പിന്നെ രൂപം എടുത്തു വരുമ്പോൾ പല രൂപത്തിലും ഭക്തന്മാരെ അനുഗ്രഹിക്കാനായിട്ട് ആ ഓരോ രൂപങ്ങൾ എടുക്കുന്നത്രേ ഉള്ളൂ. അപ്പോൾ ഭഗവതിയായിട്ടും വിഷ്ണുവായിട്ടും ശിവനായിട്ടും സുബ്രഹ്മണ്യ സ്വാമിയായിട്ടും അയ്യപ്പസ്വാമിയായിട്ടും ഇങ്ങനെ രൂപങ്ങൾ എടുത്ത് അനുഗ്രഹിക്കും. വാസ്തവത്തിൽ ബ്രഹ്മം എന്നാണ് വേദാന്തത്തിൽ ആ തത്വത്തെ പറയും. ബ്രഹ്മം അതാണ് ശിവം എന്നുള്ള വാക്കിന്റെ അർത്ഥം. ബ്രഹ്മം എന്ന് തന്നെയാണ്. ആ ബ്രഹ്മം രണ്ടുമുണ്ട്. നിർഗുണവും സഗുണമുണ്ട്. നിർഗുണം എന്ന് പറഞ്ഞാൽ 3 ഗുണങ്ങളാണ്. സപ്താഹത്തെ നിങ്ങൾ കഴിക്കുന്നത് നിങ്ങൾക്കതൊക്കെ അറിയുന്നതായിരിക്കും. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ ഗുണങ്ങളെ സ്വീകരിച്ചിട്ടാണ് രൂപം എടുക്കുന്നത്. നിർഗുണമായിട്ട് വരുമ്പോൾ ഗുണങ്ങളില്ല. നിർഗുണം നിരാകാരമായിട്ടുള്ള രൂപം അനന്തമായ അറിയാൻ നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. മനസ്സിനോ ഇന്ദ്രിയങ്ങൾക്കോ ബുദ്ധിക്കോ ഒന്നും എത്തിപ്പെടാൻ കഴിയില്ല. എന്നാൽ അതിനെല്ലാം പ്രവർത്തിപ്പിക്കുന്ന ചൈതന്യമാണത് ശിവം, ബ്രഹ്മം. നമുക്കറിയാം, ഇപ്പൊ ഈ ശിവൻ നമ്മളോട് ഇരിക്കുന്നത് എല്ലാവരോടും ശിവോഹം എന്നാണ് അർത്ഥം. ഞാൻ ശിവനാകുന്നു, ഞാൻ ശിവനാകുന്നു. ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. വർഷമൊക്കെ കേട്ടിട്ടുണ്ടാവും. മനോബുദ്ധി അഹങ്കാര ചിത്താഹ്യം. മനസ്സല്ല, ശരീരമല്ല, ഇന്ദ്രിയങ്ങളല്ല, ബുദ്ധിയല്ല, അതുപോലെ പഞ്ചകോശങ്ങളല്ല, പിന്നെ എന്താ പറയുക, പഞ്ചപ്രാണങ്ങളല്ല, ഇതൊന്നും അല്ല ഞാൻ. എൻ്റെ ശരിക്കുള്ള സ്വരൂപം എന്ന് പറഞ്ഞാൽ അത് ശുദ്ധ ചൈതന്യം, ആത്മചൈതന്യമാണ്. ആ ചൈതന്യം എല്ലാ ശരീരത്തിലും സ്പീക്കുന്നു. ആ ചൈതന്യം ഇരിക്കുന്നത്ര സമയം മാത്രമേ നമ്മുടെ ഈ സാധനങ്ങളൊക്കെ പ്രവർത്തിക്കുള്ളൂ. മനസ്സായാലും ബുദ്ധിയായാലും ഇന്ദ്രിയങ്ങളായാലും എല്ലാം പ്രവർത്തിക്കണമെങ്കിൽ അതിലൂടെ ഈ ഈശ്വര ചൈതന്യം വേണം.
അതുകൊണ്ട് ശിവൻ പോയാൽ ശവമാണ്. ശിവനും ശവവും തമ്മിൽ വ്യത്യാസമാണ്. ശിവനോട് ഇരിക്കുമ്പോൾ നമുക്ക് കണ്ണ് കാണാൻ കഴിയും, ചെവി കേൾക്കാൻ കഴിയും, സംസാരിക്കാൻ കഴിയും, കേട്ട് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഈ ശിവൻ പോയാൽ ഇത് ശവമായി. 24 മണിക്കൂർ കഴിഞ്ഞാൽ അത് ദുർഗന്ധം വരും, 48 മണിക്കൂർ കഴിഞ്ഞാൽ പൊടി വരും. ഈ ഒരു അവസ്ഥയിൽ വരുന്നത് എന്തുകൊണ്ടാണ്? ശിവം എന്ന് പറഞ്ഞാൽ ചൈതന്യമാണ്. അങ്ങനെ ആ ശിവന എല്ലാവരും ചൈതന്യമായിട്ട് ഇരിക്കുന്നത് ഏതൊന്നും എല്ലാ ശിവജാലങ്ങളും ബ്രഹ്മാതി ബ്രഹ്മാവ് തൊട്ടിട്ട് ഒരു പുഴു വരെ, പുഴു എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകകോശം ജീവി വരെ എന്ന് പറയാം, എത്ര ആണെങ്കിൽ താഴത്തേക്ക് പോകാം. അത് മുഴുവനും ചൈതന്യവത്തായിട്ടിരിക്കുന്നത് ആ ശിവചൈതന്യം അതിനകത്തുണ്ടായതുകൊണ്ടാണ്. എല്ലാവരും ഉള്ളിൽ ഇരിക്കുന്നു. ആ ശിവനെ അറിയണം. ആ ശിവനെ അറിയുന്നതാണ് ജന്മലാഭം. നമുക്കറിയുന്നത് ആ തത്വത്തെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ നമ്മൾ ഈ വീണ്ടും സംസാരത്തിൽ കടന്നുപോകും. അപ്പോൾ മനസ്സാണ് അത് കാരണമായിട്ടുള്ളത്. മനസ്സാണ് വിഷയങ്ങളിലേക്ക് കൊടുക്കുന്നത് ആസക്തിയോട് കൂടിയിട്ട്. വിഷയങ്ങൾ പലതും കിട്ടാനായിട്ട് നമ്മൾ വിഷയങ്ങളിലേക്ക് ഇന്ത്യയിലൂടെ പുറത്തേക്ക് ആസക്തിയോട് കൂടിയിട്ട് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് രാഗദ്വേഷങ്ങൾ ഉണ്ടാകുന്നു. ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക്. ചിലതിലൂടെ നമുക്ക് പ്രിയം തോന്നും, അപ്പോൾ അത് കിട്ടണം തോന്നും, അത് കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കും. ചിലതിലൂടെ നമുക്ക് വെറുപ്പ് തോന്നും, അപ്പോൾ അത് അകറ്റാൻ വേണ്ട പ്രവർത്തനം ഉണ്ടാവും. അത് ദ്വേഷം തോന്നും. പിന്നെ രാഗവും ദ്വേഷവും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിനനുസരിച്ചുള്ള കർമ്മങ്ങൾ നേടാൻ ഒന്ന് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ. ഒരു കാറ് വാങ്ങണം, അത് ആ കാറ് വാങ്ങാനുള്ള പ്രയത്നം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനുള്ള പ്രയത്നങ്ങൾ അങ്ങനെ പ്രയത്നിക്കുന്ന സമയത്ത് ഒരു പുണ്യവും പാപവും ഉണ്ടാവും. പുണ്യവും പാപവും നമ്മൾ ചെയ്യും. നല്ല കാര്യങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവർക്ക് നല്ല പുണ്യം കൊണ്ട് നല്ല സുഖങ്ങൾ കിട്ടും, സ്വർഗാദി സുഖങ്ങളൊക്കെ കിട്ടും. അല്ല പാപം ചെയ്യുകയാണെങ്കിലോ നരകങ്ങൾ, ദുഃഖങ്ങൾ, രോഗങ്ങൾ, വാർദ്ധക്യം, എന്താ പറയുക, പിന്നെ രോഗങ്ങൾ വരാം, അതുപോലെ അംഗവൈകല്യം വരാം. അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ കീഴ്പോട്ട് മൃഗങ്ങളായിട്ടോ പക്ഷികളായിട്ടോ മരങ്ങളായിട്ടൊക്കെ ജനിക്കാം. കർമ്മമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കർമ്മം വേണ്ട പോലെ അവിടെ നിൽക്കുക. നമുക്ക് വിവേകം എപ്പോഴും വേണം. വിവേകബുദ്ധി വേണമെങ്കിലോ എപ്പോഴും ഈശ്വര ചിന്ത വേണം. നമ്മളുടെ ഇരിക്കുന്നതായുള്ള ആ പരമാത്മ തത്വത്തെ സാക്ഷാത്കരിക്കലാണ് മനുഷ്യജന്മത്തിന്റെ പരമലക്ഷ്യമാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. പുരുഷൻ എന്ന് വെച്ചാൽ ജീവൻ എന്നാണ് അർത്ഥം. പുരുഷൻ പുരത്തിൽ ശയിക്കുന്നതുകൊണ്ട് പുരുഷൻ. പുരത്തിൽ ശയിക്കുക എന്ന് പറഞ്ഞാൽ ശരീരം ഒരു പുരമാണ്. ഈ പുരത്തില് ഈ ശരീരത്തിലേക്ക് വ്യാപിച്ചിരിക്കുന്ന ആ ബോധ ചൈതന്യം എൻ്റെ കാലിന്റെ വിരലിൽ തൊട്ടാലും എന്നെ തൊട്ടു എന്ന് പറയും, എൻ്റെ തലയിൽ തൊട്ടാലും എന്നെ തൊട്ടു എന്ന് പറയും. ഈ ശരീരം മുഴുവൻ വ്യാപിച്ചിട്ടുള്ള ആ ചൈതന്യമാണ് ഈ ആത്മചൈതന്യം. അത് ധർമ്മ, അർത്ഥ, കാമ, മോക്ഷ 4 എണ്ണമാണ്. ധർമ്മം, അർത്ഥം, സമ്പത്ത്. സമ്പത്ത് വേണം നമുക്ക് ജീവിക്കാൻ. കാമം, നമുക്ക് ആഗ്രഹങ്ങൾ വരുന്നുണ്ടാവും, അതൊക്കെ നേടാം. പരമപുരുഷാർത്ഥമായിട്ടുള്ള ജീവിതത്തിന്റെ പരമലക്ഷ്യം എന്ന് പറയുന്നത് ഈശ്വര സാക്ഷാത്കാരം, അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം, ബ്രഹ്മസാക്ഷാത്കാരം, സത്യത്തെ അറിയലാണ്. അതിന് വേണ്ടിയിട്ട് എന്ത് വേണം? സത്സംഗങ്ങൾ നടന്നുകൊണ്ടിരിക്കണം, ഗുരുക്കന്മാരെ കിട്ടണം, ശാസ്ത്രം പഠിക്കണം, തത്വചിന്ത ചെയ്യണം. അങ്ങനെ നിരന്തരം നമ്മുടെ ജീവിതത്തെ അങ്ങനെ മനസ്സിൽ ട്യൂൺ ചെയ്ത് കൊണ്ടുവന്നാൽ നമ്മുടെ ഈ മനസ്സ് തന്നെ നമുക്ക് മോക്ഷപ്രാപ്തിക്ക് കാരണമായിട്ട് വരും. അതാണ് മനയേവ മനുഷ്യമാണ് കാരണം ബന്ധമോക്ഷയോ. അതുകൊണ്ടാണ് വൈദിക ഋഷി പറയുന്നത് മനഃശിവസങ്കല്പ വസ്തു. മനസ്സ് ശിവസങ്കല്പത്തോടു കൂടിയതായി തീരട്ടെ. എപ്പോഴും മനസ്സ് എപ്പോഴും വിഷയങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന മനസ്സ്. നമ്മുടെ മനസ്സ് ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കില്ല. എപ്പോഴും അതിങ്ങനെ പല ചിന്തകളെ കൊണ്ട് പറഞ്ഞിരിക്കും. ഒരു ചിന്ത കഴിഞ്ഞ് വേറെ ചിന്ത ഉണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞ് നമ്മൾ കുറച്ച് മുമ്പ് എന്താ ചിന്തിച്ച് നമുക്ക് ഓർമ്മയില്ലാവില്ല. ഇതിങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. കുറയ്ക്കാൻ പോലെ ശങ്കരാചാര്യ സ്വാമികള് അദ്ദേഹത്തിന്റെ ശിവാനന്ദ ലഹരി എന്ന് പറഞ്ഞ ഗ്രന്ഥമുണ്ട്. 100 ശ്ലോകങ്ങളുണ്ട്. മനോഹരങ്ങളായ ശ്ലോകങ്ങളാണ്. അതിൽ പറയാം, സദാ മോഹാതവ്യം ചരതി യുവതീനാം കുശകിലോ നടദ്യാശാശാപതി ശകലേ സ്വൈരമവില കവാലിം വിക്ഷോമേ യുലേകവിമത്യന്തശമനം ദൃഢം ഭക്ത്യാ ബദ്ധ്വാ ശിവഭവതദീനം കുരു വിഭോ. ഹേ ഭഗവാനെ, ഹൃദയകവി, എൻ്റെ ഹൃദയകവി, എൻ്റെ മനസ്സാകുന്ന പറഞ്ഞ് കവിക്ക് പറഞ്ഞ്
സദാ മോഹാടവ്യാൻ കരുതി അജ്ഞാനമാകുന്ന കൊടുങ്കാട്ടോടെ ഇങ്ങനെ ചാടി വെക്കണം. ഒരു ലക്കാനുണ്ട്, ഒരു നിയന്ത്രണമില്ല. സദാ മോഹാടവ്യാം ചരതി യുവദീനം കുജകിരോ. പല വിഷയങ്ങളിലേക്കും പോയി ഒരാശ വിട്ടിട്ട് വേറെ ആശയിക്കാറ്, അത് കഴിഞ്ഞപ്പോൾ തന്നെ വേറെ ആശയിക്കാറ്. ആശാശാഖ മരത്തിന്റെ കൊമ്പുകളിൽ ചാടി പറയാൻ ആ പറയാൻ പറയാൻ ഈ ശാഖകളൊക്കെ ആശകളാണ്. ഒരാശയ്ക്ക് ചാടി മനസ്സ്, അത് കഴിഞ്ഞ് വേറെ ആശയ്ക്ക് ചാടി ഈ പറയാൻ ചാടുന്ന പോലെ ഇങ്ങനെ ചാടി പിടിക്കും. സ്വൈരമഹിത യാതൊരു നിയന്ത്രണമില്ലാതെ സ്വൈരസഞ്ചാരം ചെയ്യുന്നു. ഭഗവാൻ ഭിക്ഷാടകനാണ്. പരമശിവൻ ഭിക്ഷയ്ക്ക് നടക്കുന്നു. ഭിക്ഷയ്ക്ക് നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭിക്ഷാപാത്രം എന്താണ്? തലയോടാണ്. ഭിക്ഷയ്ക്ക് കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിന് ബ്രഹ്മഹത്യാപാപം പിടിപെട്ടുന്നു. ബ്രഹ്മാവിന്റെ ശിരസ് നൽകി. അതുകൊണ്ട് അത്യന്തഫലമായിരിക്കുന്ന എന്റെ മനസ്സാകുന്ന ഈ പറഞ്ഞനെ ഭക്തിയാകുന്ന കയറുകൊണ്ട്, നല്ല ശക്തിയുള്ള കയറുകൊണ്ട് ഈ എന്റെ മനസ്സാകുന്ന പറഞ്ഞനെ അനുബന്ധിക്കും. ഭവതീനം ഗുരുവിഭോ, അങ്ങയുടെ അധീനം ചിന്തിച്ചിട്ടേ പറയാൻ. ഉച്ചയ്ക്ക് പോകുമ്പോൾ പറഞ്ഞ് കയ്യിലായ നല്ലതാണ്, അതിനെ ചാടി കളിക്കും. പക്ഷെ ചാടുന്നതിന്റെ റേഞ്ച് ജനപ്പത്തിൽ പോകില്ല, ഈ കയറിന്റെ നീളത്തിൽ പോകുന്നു. എന്നപോലെ നമ്മുടെ മനസ്സ് ഭഗവാന്റെ കയ്യിൽ ഭക്തിയാകുന്ന കയറുകൊണ്ട് ബന്ധിച്ച് ഈ മനസ്സാകുന്ന പറഞ്ഞെ ഭഗവാൻ കൊടുക്കുക. മനസ്സിലായോ? മനസ്സിൽ ചാടിക്കൊണ്ടിരിക്കുന്ന കുരങ്ങനാണ്. ആ കുരങ്ങനെ കയറുണ്ട്. ആ കയറെന്താണ്? ഭക്തിയാണ്. ആ ഭക്തിയുടെ കയറുകൊണ്ട് അതുകൊണ്ട് കുരങ്ങനെ ബന്ധിച്ചു. മറ്റേ തല ഭഗവാന്റെ കയ്യിലിട്ടിട്ട് ഭഗവാൻ ഭിക്ഷയ്ക്ക് പോകുമ്പോൾ ഈ കുരങ്ങനെ കൊണ്ട് മനസ്സാകുന്ന കുരങ്ങൻ കൂടെ പോകണം. ഭഗവാന് ഭിക്ഷ എടുക്കുമ്പോഴേ ലാഭം കിട്ടും. ഇതാ കുരങ്ങനെ കൂടി ഉണ്ടാകുമ്പോൾ എവിടെ ഭിക്ഷ കൊടുക്കും. കുരങ്ങൻ ചാടി കഴിക്കാണ് ആൾക്കാർക്ക് താല്പര്യം. അപ്പൊ അതേക്ക ഭിക്ഷ കൂടുതൽ കിട്ടും. അമ്മയ്ക്കും ഗുണമാണല്ലോ എന്നാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ എപ്പോഴും ഈശ്വരോന്മുഖമാക്കണം, ഭഗവാനിലേക്ക് തിരിക്കണം. വിഷയങ്ങളിലേക്ക് ഓടുന്ന മനസ്സ്, വിഷയങ്ങളെന്ന് പറഞ്ഞാൽ എന്താ? കണ്ണിന്റെ വിഷയം രൂപങ്ങളാണ്, ഇതൊക്കെ കാണുന്നത് കണ്ണുകൊണ്ടാണ്. ചെവിയുടെ വിഷയം ശബ്ദമാണ്, മൂക്കിന്റെ വിഷയം ഗന്ധമാണ്, നാവിന്റെ വിഷയം രസം, ഉപ്പ് മുളക് പൊടി കയ്പ് മധുരം, പലഹാരം കാണുമ്പോൾ നമുക്ക് അതിനോട് ആർത്തി തോന്നുന്നു, അത് നാവിന്റെ വിഷയം. ത്വക്കിന്റെ വിഷയം സ്പർശം. ഇതിന് 5 വിഷയങ്ങളുണ്ട് ലോകത്തിൽ. ഈ 5 വിഷയങ്ങളിലാണ് ഈ ലോകം കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ അറിയുന്ന ലോകം 5 ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ അനുഭവിക്കുകയാണ്. ഈ 5 വിഷയങ്ങളിലേക്ക് യാതൊരു നിയന്ത്രണമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന എന്റെ മനസ്സാകുന്ന കുരങ്ങെ ദൃഢമായ ആ ശക്തിയുള്ള കയറുകൊണ്ട് കെട്ടി അങ്ങയുടെ കയ്യിലിരിക്കട്ടെ, അങ്ങയുടെ കയ്യിലിരുന്ന ഭഗവാന്റെ കയ്യിലിരിക്കട്ടെ. അങ്ങ് ഭിക്ഷയ്ക്ക് പോകുന്ന ഏതായാലും തലയോട് കയ്യിലെടുത്ത് നടക്കില്ല. അങ്ങക്ക് ഒരു കുരങ്ങൻ കൂടെ കൂട്ടുണ്ടാവട്ടെ. അതേതാ കുരങ്ങൻ? എന്റെ മനസ്സാകുന്ന കുരങ്ങൻ, അത്യന്ത സഫലമായിട്ട് എന്റെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടപ്പോ ഈ ഭഗവാൻ എവിടെ ഇരിക്കുന്നത്? സർവാത്മാവാണ് ഭഗവാൻ. സർവാത്മാവാണ്, എല്ലാം ഭഗവാൻ മയമാണ്. ശിവമയമാണ് ഈ ജഗത്ത് മുഴുവനും. അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ വേറെ ശ്ലോകം ചൊല്ലാം. അതിൽ വളരെ മനോഹരമായിട്ട് ശങ്കരാചാര്യസ്വാമികളെ ശിവമാനസ പൂജ എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നമ്മുടെ പൂജയ്ക്ക് പുഷ്പങ്ങളൊന്നും വേണ്ട, എല്ലാം കൂടുതലാണ്. മനസ്സിലേക്ക് സങ്കല്പിക്കാനില്ല. ഭഗവാനെ ഇങ്ങനെ പൂജ കഴിക്കാൻ നമ്മൾ ആ സമയത്തൊക്കെ മനസ്സിൽ ഭഗവാനെ നല്ലൊരു പീഠത്തിലേക്ക് ഇരുത്തി ഭഗവാനെ ഉപചാരങ്ങളൊക്കെ ചെയ്തുകൊണ്ടുള്ള എന്ത് പറയാണ്? ആത്മാത്വം ഗിരിജാമതി സഹചര പ്രാണാശരീരം ഗൃഹം ഭോഗരചനാം നിദ്രാസമാധിസ്ഥിതി സഞ്ചാരപദയോ പ്രദക്ഷിണവിധി സ്വപ്രാണി സർവാഗ്രഹം സ്വാഗിരോ കർമ്മകരമോ ഗീതപ്രദർശനം ശംഭൂകവാരാഹം. ഇവിടെ ശ്രദ്ധിക്കണം. ഇത് നമ്മുടെ ഈ ശ്ലോകം മനസ്സിൽ നല്ലോണം പഠിച്ചു വെച്ചാൽ നമുക്ക് ക്ഷേത്രം നമ്മുടെ ഉള്ളിൽ തന്നെ, നമ്മുടെ ശരീരം തന്നെ ക്ഷേത്രമാവും. അങ്ങനെ ആത്മാത്വം എന്നാണ് ആത്മാവ്. ഞാൻ എല്ലാ ജീവജാലം ഒരു ഉള്ളിൽ ഞാൻ ബോധമുണ്ട്, ഞാനുണ്ട്. നമ്മൾ ഓരോരുത്തരും ഞാൻ പറയും. ആ യഥാർത്ഥത്തിലുള്ള ഞാൻ പറയുന്നത് സാക്ഷാത് ശിവനാണ്, ഭഗവാനാണ്. ആ ആത്മാത്വം അപ്പൊ എല്ലാ ശരീരങ്ങളിലും ആത്മസ്വരൂപേണ വർദ്ധിക്കുന്ന അന്നാണ്. മക്കളെല്ലാം കിഞ്ചിതസ്ഥിതനം ചെയ്യാം
മൈസർവം മൈസർവം സൂത്രേമണികളായി വന്ന് ഭഗവത്ഗീതയിൽ പറയും, അർജുന, ഞാനാകുന്ന നൂലിൽ ഓർക്കപ്പെട്ട മണികളാണ് ഈ കാണുന്ന എല്ലാം. ഇതിനുള്ളിലൂടെ ഒരു രൂപത്തിൽ ആത്മാവായിരിക്കുന്നത് പരമാത്മാവായുള്ള ഭഗവാനാണ്. അങ്ങനെ എല്ലാ ശരീരത്തിലും മനുഷ്യന് മാത്രമല്ല എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളില് ഞാൻ ഞാൻ എന്ന് സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ആ ആത്മചൈതന്യം, അത് അല്ലയോ ഭഗവാനെ അങ്ങാണ്. ആത്മാത്വം മതി മതിച്ച ബുദ്ധി, ബുദ്ധി ഗിരിജയാണ്. ഗിരിജ പാർവതി, ശിവന്റെ ഭക്തിയായിട്ടാണോ ഗിരിജ പാർവതി, ഗിരിയുടെ മകളായതുകൊണ്ട് ഗിരിജ. ആ ഗിരിജയാണ് അങ്ങനെ ഭക്തിയാണ്, അത് ബുദ്ധിയാണ്. ഞാൻ ഞാൻ നമ്മളൊക്കെ പറയുന്നു, ഓരോരുത്തർ പറയും ഞാൻ ഞാൻ കണ്ടു, ഞാൻ കേട്ടു, ഞാൻ ചെയ്തു, ഇങ്ങനെ ഞാൻ എല്ലാവർക്കും അഭിമാന സ്വരൂപമായിട്ട് ഞാനുണ്ട് എല്ലാവർക്കും. അങ്ങനെയുള്ള ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത തത്വം ബുദ്ധിയാണ്. എൻ്റെ ബുദ്ധി ഞാൻ ആത്മാവും എൻ്റെ ബുദ്ധി അല്ലെ, ബുദ്ധി അപ്പോ അദ്ദേഹത്തിന്റെ പത്നിയാണ്. ഗിരിജാമതി പാർവതിയാണ് ബുദ്ധി. ബുദ്ധി പാർവതി അവിടെ നമ്മുടെ ബുദ്ധി. പാർവതി ഭഗവാനെ അപ്പം എപ്പോഴും ഉണ്ടാവും സാമ്പശിവനായിട്ട്. ഗിരിജാമതി സഹചര പ്രാണ ശരീരം ഗൃഹം. സഹചര പ്രാണ ഭൂതഗണങ്ങളുണ്ടല്ലോ ഭഗവാൻ. കൈലാസത്തിൽ ധാരാളം ഭൂതഗണങ്ങളും ഭഗവാൻ. ആരൊക്കെ? വീരഭദ്രൻ, മണിമാൻ, മണിഭദ്രൻ, അതുപോലെ ശംഖുകർണൻ, ഭൈരവൻ, അതുപോലെ ഭൈരവൻ, പിങ്കി, ചണ്ഡേശ്വരൻ, അതുപോലെ മന്ദികേശൻ, എത്ര അവരൊക്കെ ഭൂതങ്ങളുടെ നാഥന്മാരാണ്. അവരെ കീഴിൽ കോടിക്കണക്കിന് ഭൂതങ്ങളുണ്ട്. ഇതൊക്കെ പ്രാണങ്ങളാണ്, നമ്മുടെ ശരീരത്തിലുള്ള പ്രാണശക്തിയാണ്. പ്രാണശക്തി ഒന്നാണ് സംസാരിക്കുന്നത്. വലിയ വാക്യത്തിലേക്ക് പ്രവർത്തിപ്പിക്കുന്ന പ്രാണശക്തിയാണ്. കറണ്ട് പോയാൽ ബൈക്ക് വർക്ക് ചെയ്യില്ല, ഫാൻ വർക്ക് ചെയ്യില്ല, ലൈറ്റ് വർക്ക് ചെയ്യില്ല. അപ്പോൾ അതിനെല്ലാം പ്രവർത്തിപ്പിക്കുന്നത് കറണ്ടാണ്. എന്ന പോലെ നമ്മുടെ നാടുകളിൽ ഓടുന്ന വൈദ്യുത തരംഗങ്ങളാണ് നമ്മളതൊക്കെ ചെയ്യുന്നത്. മനസ്സിന് സങ്കല്പിക്കാൻ കഴിയുന്നത്, ബുദ്ധിക്ക് നിശ്ചയിക്കാൻ കഴിയുന്നത്, വാക്കിൽ സംസാരിക്കാൻ കഴിയുന്നത്, മനസ്സിന് സങ്കല്പിക്കാൻ കഴിയുന്നത്, കാലിൽ നടക്കാൻ കഴിയുന്നത്, കയ്യിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നത്, എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് പ്രാണശക്തി. അതിനുള്ള സംവിധാനങ്ങളാണ് ചെയ്യുന്നത്. അവയവങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഈ അവയവങ്ങളെ എല്ലാം പ്രവർത്തിപ്പിക്കുന്ന ഉള്ളിലുള്ള ഹൃദയം, കിഡ്നി, ലങ്സ്, എന്തൊക്കെ അവയവം എല്ലാം പ്രവർത്തിപ്പിക്കുന്ന ആ ഒറ്റ പ്രാണശക്തിയാണ്. അങ്ങനെ ആ പ്രാണൻ പല പ്രാണന്മാരുണ്ട്. പ്രാണൻ, അപാനൻ, സമാനൻ, ഉദാനൻ, വ്യാനൻ, 5 പ്രാണങ്ങളെ ഉപപ്രാണന്മാരുണ്ട്. പിന്നെ ആ പ്രാണങ്ങൾ ഇതൊക്കെ അവയുടെ ഭൂതഗണങ്ങളാണ്. നോക്കണേ, ആത്മാവാണ് എല്ലാ ജീവജാലങ്ങളും സാർവത്തിൽ വ്യാപിച്ച്, എങ്ങും വ്യാപിച്ച് എല്ലാവരിലും ഞാൻ 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 ഞാനുണ്ട്. നമുക്ക് തോന്നുന്നു ഞാനുണ്ട്, ഞാനില്ലെന്ന് ആര് പറഞ്ഞാലും എനിക്ക് ഉറപ്പാണ് ഞാനുണ്ട്. അതുപോലെ ഓരോരുത്തരുടെ അസ്തിത്വം എല്ലാവർക്കും ഉറപ്പുണ്ട്. അങ്ങനെയുള്ള ഞാൻ ആത്മാവ്, ആ ആത്മാവ് അങ്ങാണ്. ആത്മാത്വം ഗിരിജാമതി പാർവതി ദേവി എന്നാണ്. പാർവതി ദേവി ബുദ്ധിയാണ്. എൻ്റെ ബുദ്ധി, എൻ്റെ ബുദ്ധി എന്നല്ലേ പറയാം. എൻ്റെ പറയുമ്പോൾ ഞാൻ പറഞ്ഞ ആത്മാവാണ്. അപ്പൊ ഞാനതിന്റെ ഉടമസ്ഥനാണ്. ഭർത്താവും ഭാര്യയുമാണ്, ദമ്പതിമാരാണ്. സാമ്പശിവൻ, പിന്നെ ദേവന്റെ സാമ്പശിവനായിട്ട് ധ്യാനിക്കണം ഭഗവാൻ. പാർവതി ദേവിയോട് കൂടി ധ്യാനിക്കണം സാമ്പശിവനായിട്ട്. അങ്ങനെ ഗിരിജാമതി സഹചര പ്രാണ. അതാണ് പകർഭൂത ഗണങ്ങളൊക്കെ പ്രാണങ്ങളാണ്. പ്രാണങ്ങൾ. ശരീരം ഗൃഹം. അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? ഈ ശരീരത്തില്. ഈ ശരീരത്തില് ആത്മസ്വരൂപിയായുള്ള അങ്ങ് വസിക്കുന്നു. പാർവതിയായുള്ള ബുദ്ധി. അങ്ങനെ പാർവതി ബുദ്ധിയാണ്. ഭൂതഗണങ്ങളൊക്കെ പ്രാണങ്ങളാണ്. ശരീരഗ്രഹം പൂജാതെ വിഷയോപഭോഗരചന. ഇങ്ങനെ പൂജ എന്താണ്? വിഷയോപഭോഗരചന. കണ്ണിലൂടെ ഞാൻ പല രൂപങ്ങളും കാണുന്നതൊക്കെ അംഗീകരിച്ചാണ് വരുന്നത്. ഞാനാണ് കാണുന്നത്, ഞാനാണ് കഴിക്കുന്നത്, ഞാനാണ് വീക്ഷിക്കുന്നത്, ഞാനാണ് സ്പർശിക്കുന്നത്, ചൂട് തണുപ്പൊക്കെ അറിയുന്നത് ഞാനാണ്. അതുപോലെ ഞാനാണ് ഗന്ധം അനുഭവിക്കുന്നത്. ഇതെല്ലാം അതൊക്കെ ഭഗവാനിലേക്കാണ് പുറത്തുനിന്നുള്ള വിഷയങ്ങളൊക്കെ വരുന്നത്. ഈ വിഷയങ്ങളൊക്കെ അങ്ങേക്കുള്ള പൂജയാണ്. കേൾക്കുന്ന ശബ്ദങ്ങളെല്ലാം യാതൊന്ന് കൺമതത് നാരായണ നാരായണ പ്രതിമയാതൊന്ന് കേൾപ്പത് നാരായണ ശ്രീ യാതൊന്ന് ദൈവത്തത് നാരായണ അർച്ചനകൾ
യാതൊന്നതൊക്കെ ഹരിനാരായണമായിരുന്നു ഇതുപോലെ നമ്മുടെ എല്ലാ അനുഭവങ്ങളും അതെല്ലാം എന്നിലേക്ക് വരും. ഞാനാണ് അനുഭവിക്കുന്നത്. ഞാൻ ആത്മാവാണ്. എല്ലാ ശരീരത്തിലും ഇരിക്കുന്ന ഭഗവാൻ തന്നെയാണ്. ഈ ശരീരം ഗ്രഹം പൂജാതേയുപയോഗഭോഗരചന നിദ്രാസമാധിസ്ഥിതി. നിദ്രാസമയത്ത് സുഷുപ്തിയിൽ ഉറങ്ങുമ്പോൾ ഒന്നും അറിയുന്നില്ല. എന്തെങ്കിലും അറിയുന്നത് ഉറങ്ങുന്നത് അറിയുന്ന ഞാനുമില്ല, അറിയപ്പെടുന്ന പ്രപഞ്ചമില്ല. ഈ പ്രപഞ്ചമൊക്കെ പോയി ഉറങ്ങുമ്പോൾ ഒന്നുമില്ല, ആകെ ഇരുട്ട് മാത്രം. സുഖമായിട്ട് ഉറങ്ങി, ഒന്നും അറിയില്ല എന്നാണ് നമ്മൾ പറയുക. ഈ സമയത്ത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഒന്നും നടക്കില്ല. നമ്മുടെ കണ്ണ് കാണുന്നില്ല, ചെവികൾക്കൊക്കെ ലയിച്ചു, ആത്മാവ് ലയിച്ചു, മനസ്സ് ലയിക്കും. മനസ്സ് ലയിക്കാത്ത സമയത്ത് സ്വപ്നങ്ങൾ കാണും. മനസ്സാണ് സ്വപ്നം ഉണ്ടാക്കി കാണിക്കുന്നത്. സ്വപ്നാവസ്ഥയില് ആന കൊത്താൻ വരുന്നൊക്കെ സ്വപ്നം കാണും. നമ്മൾ ഓടിയിട്ട് എവിടെയെങ്കിലും വീഴും, ചിലപ്പോൾ കണ്ടത് താത്തോളൂ. ആനയെ കണ്ട് ഓടിയത, പക്ഷെ ഉണർന്നപ്പോൾ ആനയെ ഇല്ലാത്തില്ല. അപ്പൊ കാണുന്ന സമയത്ത് ആനയുണ്ട്. അപ്പൊ മനസ്സ് അവിടെ ഉണ്ടാക്കി കാണിക്കുന്നതൊക്കെ മനസ്സുണ്ടാക്കി കളയാം. മനസ്സിലേക്കുള്ള സ്വപ്നമില്ല. മനസ്സ് പൂർണ്ണമായിട്ട് ലയിച്ചാൽ സ്വപ്നവുമില്ല. അപ്പോ സ്വപ്നാവസ്ഥയിൽ കണ്ണ് നമുക്ക് ഇന്ദ്രിയങ്ങളൊന്നുമില്ല, ഇന്ദ്രിയങ്ങളൊക്കെ ലയിച്ചു. മനസ്സിലേക്കുള്ള സുഷുപ്തി, നല്ല ഗാഠനിദ്ര, സുഖമായിട്ട് ഉറങ്ങി നിദ്രാസമാധിസ്ഥിതി. അപ്പൊ അങ്ങനെ ലയിക്കുന്നതൊക്കെ ഇതൊക്കെ ഒന്നേ വന്നത് ഭഗവാനത്ത് വന്നതാ. ഇതൊക്കെ അവിടെ തന്നെ പോയി ലയിച്ചു. ഉണർന്ന് വരുമ്പോൾ വീണ്ടും വരും. ഉറങ്ങുമ്പോൾ നമ്മൾ നോക്കുന്നില്ല, ഉണർന്ന് വരുമ്പോൾ നമ്മൾ വീണ്ടും കാണുന്നു ജാഗ്രത അവസ്ഥയിൽ. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി മൂന്ന് അവസ്ഥയിൽ കൂടെ നമ്മൾ എല്ലാ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ്. ഇപ്പൊ നമ്മൾ കാണുന്നു, കേൾക്കുന്നു, സംസാരിക്കുന്നു എല്ലാം നമ്മൾ. പക്ഷെ ഉറങ്ങുമ്പോൾ നമ്മളൊന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല. അപ്പൊ സ്വപ്നം കാണുന്നുണ്ട്, സ്വപ്നാവസ്ഥയുണ്ട്. സ്വപ്നം കേട്ടോ മനസ്സിലായിരിക്കും, സ്വപ്നം പോകും. അതോട് കൂടിയിട്ട് പൂർണ്ണമായിട്ടും ആത്മാവിൽ തന്നെ ലയിച്ചു. എല്ലാ ഉപാധികളും, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി എല്ലാം ഭഗവാനിൽ ലയിച്ചു. അതാണ് സമാധി. ഭഗവാനെ തന്നെ പോകുന്നു, വീണ്ടും പുറത്തു. ഇതിന് നിരന്തരം സഞ്ചാരപദയോ പ്രദക്ഷിണവിധി. ഞാൻ വെക്കുന്ന ഓരോ കാൽവെപ്പുകളും ഭഗവാനെയും അവിടുത്തെ പ്രദക്ഷിണമായി തീരട്ടെ. ഓരോ കാല് വെക്കുമ്പോഴും ഞാൻ ശിവനെ പ്രദക്ഷിണം വയ്ക്കുകയാണോ എന്ന് മനസ്സിലാക്കി ഭഗവാനെ പ്രദക്ഷിണം വയ്ക്കുകയാണോ ഞാൻ. സഞ്ചാരപദയോ പ്രദക്ഷിണവിധി സ്വപ്രാണി സ്വഭാവം. ഞാൻ സംസാരിക്കുന്ന ഓരോ വാക്കും അതെല്ലാം അങ്ങനെ സ്തോത്രങ്ങളായി ഭവിക്കട്ടെ. യജ്ഞകർമ്മ കരോമി തത്തതഖിലം. ഞാൻ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അതെല്ലാം ശംഭവവും തവാരാധനം. ഭഗവാനെ അവിടുത്തെ ആരാധനയായി തീരണേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ ഞാൻ എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടോ, ശരീരം കൊണ്ട് ചെയ്യുന്നുണ്ടോ അതങ്ങയുടെ ആരാധന. എന്തൊക്കെ ഞാൻ എന്തൊക്കെ ഞാൻ പറയുന്നുണ്ടോ അതും അങ്ങയുടെ ആരാധനയാവട്ടെ. ഞാൻ എന്തൊക്കെ മനസ്സിൽ സങ്കല്പിക്കുന്നുണ്ടോ അത് മുഴുവൻ അങ്ങയുടെ ആരാധനയാവട്ടെ. അപ്പൊ മനസ്സുകൊണ്ട്, വാക്കുകൊണ്ട്, ശരീരം കൊണ്ട് ചെയ്യുന്ന മൂന്ന് കർമ്മങ്ങളാണ് നമുക്ക് കർമ്മം ചെയ്യാറുള്ളത്. മൂന്ന് കർമ്മങ്ങൾ ഏതൊക്കെ? ശരീരം, വാക്ക്, മനസ്സ്. ശരീരം കൈകാലുകളെ കൊണ്ട് നമ്മൾ കർമ്മം ചെയ്യുന്നു. വാക്ക് സംസാരിക്കുന്ന കർമ്മമാണ്. പിന്നെ മനസ്സുകൊണ്ടുള്ള കർമ്മമാണ് സങ്കല്പങ്ങൾ. നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴും മനസ്സിനെ സങ്കല്പിച്ചുകൊണ്ടേയിരിക്കും. ഈ സങ്കല്പങ്ങളൊക്കെ മനസ്സിലെ കർമ്മങ്ങളാണ്. ഈ മൂന്ന് കർമ്മങ്ങളെ കൊണ്ട് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അതെല്ലാം അങ്ങയുടെ ആരാധനയായി ഭരിക്കണം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നമുക്ക് സാധിക്കട്ടെ. ഭഗവാനിലേക്ക് നമ്മുടെ മനസ്സെപ്പോഴും അങ്ങനെ ഓടട്ടെ. അതാണ് ഭക്തി. ഭക്തി എന്നുള്ളത് നമ്മുടെ മനസ്സ് വിഷയങ്ങൾക്ക് തിരിഞ്ഞ് അന്തർമുഖമായിട്ട്, ആത്മാഭിമുഖമായിട്ട്, അല്ലെങ്കിൽ ശിവാഭിമുഖമായിട്ടുള്ള ഒരു പ്രവാഹം. അതിനെയാണ് ഭക്തി എന്ന് പറയുക. അതുപോലെ വിസ്തരിക്കാം. ഭക്തിയെ കുറിച്ചിട്ട് പറയാം പല ദിവസങ്ങളിലും. ശങ്കരാചാര്യസ്വാമികളുടെ ശ്ലോകങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇത് ഗംഭീരമാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ വളരെ നമുക്ക് ആസ്വദിച്ച് ആലോചിച്ചാണ്. ആലോചനാമൃതങ്ങളായിട്ടാണ് ആലോചിക്കുന്നത്. ഒരു അമൃതമാണ് ഭക്തിയുടെ തലങ്ങൾ പറയുന്നത്. ഭക്തിക്ക് പല തലങ്ങളുണ്ട്. എല്ലാവർക്കും അതുപോലെ എല്ലാം തീവ്രഭക്തി ഉണ്ടാവും. അപ്പൊ ഒന്നും ആൾക്കാർ ജന്മജന്മാന്തരങ്ങളായിട്ട് ഭഗവാൻ ഉപാസിക്കുന്നവർക്ക് നല്ല തീവ്രഭക്തി ഉണ്ടാവും. പ്രാരബ്ധത്തൊക്കെ കുടുങ്ങി ഈ ലോകത്തിനോടുള്ള താതാത്മ്യം കൊണ്ട് ഇതിലൊക്കെ കുടുങ്ങി പൊട്ടിപ്പോയുള്ള ആൾക്കാർക്ക് അങ്ങനെ വലിയ ഭക്തി ഉണ്ടാവില്ല.
എങ്കിലും കുറച്ചൊക്കെ ഭക്തി ഉണ്ടാവും. അതിന്റെ ആ വ്യത്യാസം പറയുന്നു. അങ്കോലം നിജബീജസന്തതിരയസ്കാന്തോബലം സൂചിക്കാം സ്വാധീനൈജവിഭും യഥാർത്തിരുക്കും സിന്ധുസ്വരിക്കും ആത്മോദീഹ യഥാ തഥാ പശുപതി ആദരാരവിന്ദത്ത് ചെയ്തോ വൃത്തിരുകേ സദാ സാ ഭക്തി. എന്താണ് ഭക്തി? ഭക്തിയുടെ ലക്ഷണം എന്താണ് എന്ന് ശങ്കരാചാര്യ സ്വാമിയുടെ ശിവാനന്ദലഹരിയിലെ ഭംഗിയായിട്ടുണ്ട്. അങ്ങനെ ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. ഇത് മനസ്സിലാക്കിയിരിക്കുന്നതാണ്. നമുക്ക് വളരെ നല്ല നല്ല യുക്തിയുക്തമായ കാര്യം. അങ്കോലം എന്ന് പറഞ്ഞ മരമുണ്ട്. അങ്കോലം കണ്ടവരുടെ കൈ കൊടുക്കും. അങ്കോലം മരുന്നാണ്. അങ്കോലത്തിന്റെ കായ വിത്ത് മരുന്നാണ് ആയുർവേദത്തില്. അങ്കോലത്തിന് പ്രത്യേകത. അങ്കോലത്തിന് പറയുമ്പോൾ പലരും എന്നെ കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ അങ്കോലത്തിന്റെ വിത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് പഴുത്ത് പഴുത്ത് കാലത്ത് വീണാൽ ഭൂമിയിൽ വീണ് കഴിഞ്ഞാൽ കൂടുതൽ അവിടെ തന്നെ കഴിപ്പിക്കും. ഇത് പറയുമ്പോൾ നമ്മൾ തമാശയായിട്ട് തോന്നും. പക്ഷേ പണ്ഡിറ്റ് ഗോപാലനായെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കൊല്ലങ്കോട് ഗോപാലൻ നായർ ഗുരുവായൂർ ദേവസ്വം 8 വോള്യമായിട്ട് ഭാഗവതം വ്യാഖ്യാനിച്ചു. 8 വോള്യം ഭാഗവതം. അദ്ദേഹത്തിന്റെ ശിവാനന്ദലഹരി വ്യാഖ്യാനിച്ച അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന്റെ വീടിന്റെ തൊട്ട അങ്കോല മരമുണ്ട്. അങ്കോല മരം ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ കായം ഞാനില്ല. അങ്കോലത്തിന്റെ കായ അവിടെ പറയാണ്. അവിടെ പൂഴിമലാണ്. പാലക്കാട് ജില്ല കൊല്ലങ്കോടാണ്. പൂഴിമലാണ് അവിടുത്തെ ചെറിയ മണത്തൈകൾ. ഈ മഞ്ഞുകാലത്താണ് ഇതിന്റെ കായ പഴുത്ത് വീഴുന്നത്. രാവിലെ പോയി നോക്കുമ്പോൾ ആ പഴുത്ത കായയുടെ മുകളിൽ ഈ താഴത്തെ മണ്ണ് ഈ മണൽ പറ്റിയിരിക്കുന്നു, പൂഴി പറ്റിയിരിക്കുന്നത്. കാരണം അത് താഴത്ത് വീണിട്ട് മഞ്ഞ് തന്നെ അതിന്റെ മണ്ണായതുകൊണ്ട് അതിന്റെ പൂഴിയൊക്കെ കാണുന്നുണ്ട്. അദ്ദേഹം കണ്ടതാണ്, സാക്ഷ്യപ്പെടുത്തി എഴുതിയില്ല. അദ്ദേഹത്തെ നമുക്ക് അവിശ്വസിക്കാൻ പറ്റില്ല. കാരണം മഹാഭക്തനാണ്, മഹാപണ്ഡിതനാണ്, മഹാജ്ഞാനിയാണ്. ഇങ്ങനെയുള്ള കൊല്ലങ്കോട്ട് ഗോപാലൻ നായർ എഴുതിയ വ്യാഖ്യാനമാണ്. ഏതായാലും ഞാൻ വിശ്വസിക്കുന്നത് ഏതായാലും പറഞ്ഞതാണ്. അവരുടെ കൂടുതൽ വിശ്വാസം അങ്കോലം എങ്ങനെയാണ് ആ വിത്ത് താഴെ വീണ ഉടൻ തന്നെ അത് ഉടൻ കൊള്ളിലേക്ക് പോയി അവിടെ തന്നെ പിടിച്ചു, ആ വീട്ടിൽ തന്നെ പിടിച്ചു. അതുപോലെ ഞാൻ ശിവോഹം, ഞാൻ ശിവനാണ്, ഞാൻ ബ്രഹ്മമാണ്, ബ്രഹ്മാഹമസ്മി, അഹം ബ്രഹ്മാസ്മി എന്നറിയുന്ന നിമിഷം ഈ ലോകമായിട്ടുള്ള എല്ലാ ബന്ധവും കിട്ടും. മഹാജ്ഞാനികൾക്ക് അവർക്ക് മോക്ഷപ്രാപ്തി, അവര് മുക്തരാണ്, ജീവൻ മുക്തരായ അവസ്ഥയാണ്. കാമസൂതന്മാരൊക്കെ ഇല്ലേ, വലിയ ആൾക്കാർ, അവർക്ക് ഈ ലോകം ബന്ധമില്ല, അവർക്ക് ഈ ലോകം ഇല്ല. അവരൊക്കെ എപ്പോഴും ആത്മനിഷ്ഠന്മാരായിട്ട് ബ്രഹ്മനിഷ്ഠന്മാരായിട്ട് സദാ അവരെ ബുദ്ധി പാർവതിയായി കഴിഞ്ഞു. അവരെ പാർവതിയാണ് അവരുടെ ബുദ്ധി. ഭഗവാനോട് വിട്ടു പോയി അവിടെ ഇരിക്കുകയോ ഭഗവാനോട് ചേർന്നിരിക്കും. അതാണ് അങ്കോലം നിജ ബീജസൗന്ദര്യം. അങ്കോലത്തിന്റെ വിത്ത് എങ്ങനെയാണോ ഉടനെ അവിടുന്ന് വരും. എന്തോ കാരണം കൊണ്ട് ചെറിയ ജന്മപ്രാരബ്ധം ഉണ്ടായതുകൊണ്ടപ്പോൾ ജനിക്കേണ്ടി വന്നു, ഒരു ശരീരം എടുത്ത് ഈ ലോകത്ത് വന്നു. അപ്പോഴാണ് എന്റെ സ്വരൂപം ഇതല്ലല്ലോ, എന്റെ സ്വരൂപം സച്ചിദാനന്ദമായുള്ള ബ്രഹ്മമാണല്ലോ എന്നറിയുന്നെങ്കിൽ എല്ലാ ഇന്ദ്രിയങ്ങളും മുഴുവനും ഇന്ദ്രിയങ്ങളുടെ വൃത്തികൾ വിശ്വസിച്ചു, മനസ്സിന്റെ വൃത്തികൾ പോയി, ബുദ്ധി വൃത്തികൾ പോയി, സൂക്ഷ്മമായുള്ള ആ തത്വത്തില് സാക്ഷാത്കരിച്ച് ആ ബ്രഹ്മജ്ഞാനിയായിട്ട് മാറും. അതാണ് ഏറ്റവും ഉയർന്ന ഭക്തി. ഭക്തിയാണ് ഏറ്റവും ഉയർന്ന ഭക്തി. അടുത്തത് അതിന് കുറച്ച് താഴെയുള്ള ഭക്തി പറയാം. അയസ്കാന്തോ ബലം സൂചിക്കുക. ഇരുമ്പ് സൂചി ഇങ്ങനെ തിരിയാൻ പറ്റുകയാണെങ്കിൽ ഒരു കാന്തക്കാരെ അവിടെ കൊണ്ടുവച്ചാൽ ആ കാന്തത്തിന്റെ നേരെ സൂചി കാന്തം കുറച്ച് അപ്പുറത്ത് വെച്ചു, ഇപ്പുറത്ത് ഒരു ഇരുമ്പ് സൂചി വെച്ചാൽ അതിനൊരു ഇത് തിരിയാൻ കഴിയണം. സ്വതന്ത്രമായിട്ട് തിരിയാൻ പറ്റില്ല ആ കാന്തക്ക. അതുപോലെ ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ കടപ്പെട്ടിരിക്കുക ഈ ലോകത്തിൽ. എന്തുകൊണ്ടൊക്കെ ഭാര്യ, സ്വത്ത്, ഭാര്യ, ഭർത്താവ്, ഭൂമി, സ്വത്ത്, വീട്, മക്കള്, അവരുടെ മക്കള്, അവരുടെ പെൺമക്കള്, ഭർത്താക്കന്മാര്, ആൺമക്കളുടെ ഭാര്യമാരെ തുടങ്ങി 100,000 കെട്ടുപാട് കൊണ്ട് നമ്മൾ കുടിക്കിയിരിക്കും. പക്ഷെ എങ്കിലും ഭക്തി അവിടെയും ആവാം. ഇതൊക്കെ ആണെങ്കിലും ഇതൊന്നും ശാശ്വതമല്ല. ശാശ്വതമായിട്ട് ശാന്തി കിട്ടണമെങ്കിൽ ഈശ്വരന് ഭഗവാനെ ശരണം പ്രാപിക്കണം എന്ന്
ബോധ്യം വന്ന ഒരാളുടെ അന്ധക്കരണ വൃത്തി എപ്പോഴും ഭഗവാനിക്ക് തിരിഞ്ഞിരിക്കും. ഇങ്ങനെ ഈ കാന്തത്തിന്റെ നേരെ ഇരുമ്പ് സൂചി തിരിഞ്ഞിരിക്കുന്ന പോലെ എപ്പോഴും ഭഗവാനെ കുറിച്ച് ചിന്തയുണ്ടാവും. ലോകത്തിൽ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. നമ്മുടെ സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഭഗവാനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. സദാ അത് ഭക്തിയാണ്. സ്വാധീനയുഗം അത്ര ഞാൻ അടുത്ത ഇത് നാളെ കേട്ടുള്ളത്. സാധി പതിവ്രതയായിട്ടുള്ള ഒരു ഭാര്യ തന്റെ ഭർത്താവ് ദൂരസ്ഥലത്തേക്ക് പോയി. ഒരേ ദൂരം പോയിട്ട് കുറച്ച് ദിവസത്തെ യാത്രയ്ക്ക് പോയതാണ് ആവശ്യത്തിന്. അപ്പൊ ഗൃഹജോലികളൊക്കെ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ പത്നി. ഭർത്താവിന് വളരെ സ്നേഹമുള്ള ഭാര്യയാണ്. ഈ ജോലിയൊക്കെ ചെയ്യുമ്പോഴും മനസ്സിൽ എപ്പോഴും ഭർത്താവിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. ഭർത്താവ് ഇപ്പോൾ യാത്രയൊക്കെ സുഖമാണ്, അവിടെ താമസിക്കാനൊക്കെ സൗകര്യം കിട്ടിയിട്ടുണ്ടാവും, ഭക്ഷണമൊക്കെ സമയത്ത് കിട്ടുന്നുണ്ടാവും. ഇങ്ങനെ ഭാര്യ ഭർത്താവിനെ കുറിച്ച് ചിന്തിക്കുന്ന പോലെ ഈ ലോക വ്യവഹാരങ്ങളിലൊക്കെ നമ്മുടെ അവിടെ നമ്മുടെ മനസ്സ് ഭഗവാനിൽ തന്നെ ഇരിക്കും. ഭഗവാനെ കുറിച്ച് ചിന്തിക്കുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവാന്റെ കഥകൾ സ്നേഹിക്കുക, നാമം ജപിക്കുക, നമസ്കരിക്കുക, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധ്യതയും ഭഗവാൻ ഏറ്റവും പ്രത്യക്ഷമായിട്ടില്ല, നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നില്ലെങ്കിലും ഭഗവാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. നൈജവിഭുജ നല്ല ഭർത്താവ്. അടുത്തത് അതിന്റെ ഭർത്താവ് സിന്ധുസ്വല്ലഭം. സിന്ധുജ സമുദ്രം സരിത്തിന്റെ വല്ലഭനാണ്. സരിത്ത് എന്ന് പറഞ്ഞ ജലാശയങ്ങളൊക്കെ വല്ലഭനാണ് സമുദ്രം. നദികളൊക്കെ ഇങ്ങനെ ഒഴുകി വന്ന് സമുദ്രത്തിലാണോ വന്ന് ചെയ്യുന്നത്. അതിവിടെ വല്ലഭനായിട്ടുണ്ട് വിഭാവനയിൽ. അവിടെ നിന്ന് ഒഴുകി വരുമ്പോൾ ഒരു നദി ഇങ്ങനെ പർവ്വതത്തിന്റെ മുകളിൽ ഒഴുകി ഇങ്ങനെ വരുമ്പോൾ പല പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും അതിനെല്ലാം തരണം ചെയ്ത് ലോകം അവിടെ കുന്നിന്റെ കാലത്ത് തിരിഞ്ഞിട്ട് അപ്പുറം പ്രദേശം വെച്ച് പോകും. വീണ്ടും ലക്ഷ്യം എവിടെയാണ്? സമുദ്രമാണ്, കടലാണ്. കടലിലെത്തുന്നവരെ വിശ്രമമില്ല. തന്റെ ലക്ഷ്യം സാക്ഷാൽ ഈശ്വരപ്രാപ്തിയാണ് എന്ന് ഉറപ്പിച്ച് എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ഭഗവാനിലേക്ക് എന്നെ ലക്ഷ്യം വെച്ചത് ജീവിതം. അതാണ് എന്തൊക്കെ പറഞ്ഞു? അങ്കോലത്തിന്റെ ബീജം പറഞ്ഞു, അയസ്കാന്തം പറഞ്ഞു, സാധ്യതയുള്ള സ്ത്രീ വലിയ ഭാര്യ ഭർത്താവിനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പോലെ. അതുപോലെ എങ്ങനെയാണോ നദി സമുദ്രത്തെ ലക്ഷ്യം വെച്ച് എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തു പോകുന്നത് എന്നപോലെ പശുക്കളുടെ വലിയ അർത്ഥം. പശു എന്ന് പറഞ്ഞാൽ ജീവൻ എന്നാണ് അർത്ഥം. ഈ ഗോവല്ല, ഗോ എന്ന് പറഞ്ഞാൽ അത് പശുവാണ്. പശു എന്ന് പറഞ്ഞാൽ മൃഗം എന്നാണ് അർത്ഥം. പശു എന്ന് പറയുന്ന കാരണം എന്താണ്? ജീവന്റെ സ്വഭാവം എങ്ങനെയാണ്? ലോക വിഷയങ്ങൾ അങ്ങനെ പോകുന്നു. പശു പുല്ല് തിന്നാൽ ഇങ്ങനെ പോകും എന്നതുപോലെ ചിന്തകളൊന്നുമില്ല. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഉറക്കാൻ വേറെ ചിന്തകളൊന്നുമില്ല എന്ന പോലെ പശുക്കളാണ് ജീവന്മാരൊക്കെ, അജ്ഞാനികളായ ജീവന്മാർ. ആ പശുക്കളുടെ പതിയാണ് ഭഗവൻ. പശുപതി വിഭോ ആ സച്ചിദാനന്ദ സ്വരൂപനായ അങ്ങേത്തെ ഞാൻ അന്വേഷിച്ചു. ചേതോ വൃത്തി ഉപേദ്യ കൃഷ്ണതി സദാ. അങ്ങയുടെ പാദങ്ങളിലേക്ക് തന്നെ ചിത്തവൃത്തി ഒഴുക്കുന്നുള്ളൂ. ഈ പറഞ്ഞ മാതിരി ഉപേദ്യ പാദാരവിന്ദത്തെ അങ്ങയുടെ താമരപ്പൂ പോലെയുള്ള പാദാരവിന്ദങ്ങളിൽ രണ്ട് പാദങ്ങളിലേക്ക് ചിത്തം ഒഴുകിപ്പോകുന്ന ആ ചിന്ത, അതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. എന്താ ഭക്തി എന്ന് മനസ്സിലായത്? ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ ഭഗവാനിലേക്കുള്ള ഒഴുക്കി എല്ലാ വൃത്തികളും, മനസ്സിന്റെ എല്ലാ ചിന്തകളും സങ്കല്പങ്ങളും അത് മുഴുവൻ ഭഗവാനിലേക്കായിരിക്കും. നമ്മൾ എന്ത് ചിന്തിക്കുകയാണെങ്കിലും നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഒക്കെ ഈശ്വരനായിട്ട് കേൾക്കുക. എങ്ങനെയാണ്? നമ്മുടെ നാവ് കൊണ്ട് ഭഗവാന്റെ നാമം ജപിക്കാം, കാല് കൊണ്ട് പ്രദക്ഷിണം വയ്ക്കാം ഭഗവാന്റെ ക്ഷേത്രങ്ങൾ, അതുകൊണ്ട് കൈകൊണ്ട് അർച്ചന ചെയ്യാം, ശിരസ് കൊണ്ട് നമസ്കരിക്കാം, മൂക്ക് കൊണ്ട് നമുക്ക് ഭഗവാൻ അർച്ചന പ്രസാദം നിവേദ്യം കഴിക്കാം, നാവിന്റെ വിഷയം. പിന്നെ എല്ലാ ഇന്ദ്രിയങ്ങളും ചെവി കൊണ്ട് ഭഗവാന്റെ മഹാത്മ്യം കേൾക്കാം, അതുകൊണ്ട് നാവുകൊണ്ട് വാക്കുകൊണ്ട് ഉച്ചരിക്കാം, ശിവനാമം ശിവായിരിക്കാം,
ഇങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളെയും ഭഗവത്പരമാക്കി മാറ്റി കഴിഞ്ഞാൽ അതിനെ ഭഗവാനിലേക്ക് ഒഴുകട്ടെ മനസ്സ്. അതാണ് ഏവം മനുഷ്യമാണ് കാരണം. ആ മനസ്സ് പതുക്കെ 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 വിഷയങ്ങളൊക്കെ ഉള്ളു. പിന്നെ അവർക്ക് വിഷയങ്ങളിൽ വലിയ ആസക്തി വരില്ല. ഭഗവാനിക്ക് തിരിഞ്ഞ മനസ്സ് പിന്നെ വിഷയങ്ങളിലേക്ക് ഓടില്ല. വിഷയങ്ങളുണ്ടാവും, പക്ഷെ അതിന് ആസക്തി ഉണ്ടാവില്ല. വിഷയങ്ങളിൽ എനിക്കത് വേണം, ഇത് വേണം, ഒടുങ്ങാത്ത ആഗ്രഹങ്ങൾ അത് അയാളെ വേണ്ടയാടില്ല. അങ്ങനെ തിരിച്ചു പോയി. അങ്ങനെ തിരിച്ചു പോന്നാൽ ആ പോരലാണ് ആ എന്നുള്ളത് ഈശ്വരനാഭിമുഖമായിട്ടുള്ള മനസ്സിന്റെ ആ ഒഴുക്കിനെയാണ് എല്ലാ സമയത്തും നമ്മൾ എന്തൊക്കെ ചെയ്യുകയാണെങ്കിലും എന്ത് പ്രവൃത്തി എടുക്കുകയാണെങ്കിലും നമ്മുടെ മനസ്സിന്റെ ഒരു ഭാഗം ഒരു തൈലധാരാകുന്ന ഒരു പാത്രത്തിൽ നിന്നും വേറൊരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിക്കുന്ന സമയത്ത് മുറിയാതെ അഖണ്ഡമായിട്ടൊരു ഒരു പോലെ ഇങ്ങനെ ഒഴിഞ്ഞോണ്ടിരിക്കും. എന്നപോലെ മനസ്സ് സ്വന്തമായിരിക്കുന്നു. അതിനാണ് ഭക്തി വരും. ആ ഭക്തി പരമ പ്രേമരൂപ സ്വാർത്ഥസ്തി പരമ പ്രേമരൂപ സ്വാഭക്തി നാരദീയ ഭക്തി സൂത്രത്തിൽ പറയും. നാരദ ഭഗവാൻ നാരദ മഹർഷി ഭക്തി സൂത്രത്തിന് ഗ്രന്ഥമുണ്ട്. ഇതിലെന്താണ് ഭക്തി? നമുക്ക് വിഷയങ്ങളിലേക്കാണ് ആസക്തി. ഈ ആസക്തി തിരിച്ച് ഈശ്വരനിലേക്ക് വന്നാൽ ഭക്തി. ഈ രണ്ടേ മനസ്സ് അങ്ങനെ പോകും. ഒന്നുകിൽ ഭഗവാനിലേക്ക് തിരിയും, അല്ലെങ്കിൽ വിഷയങ്ങളിലേക്ക് പോകും. ഈ രണ്ടേ ഉള്ളൂ. അങ്ങോട്ടും ഉള്ളത് ഇങ്ങോട്ടും ഉള്ളൂ. രണ്ട് ഭാഗത്തേക്ക് വെക്കണം. ഒരു പുഴയാണ് നാരദാമ. രണ്ട് ഭാഗത്തേക്ക് ഒന്നുകിൽ വിഷയം അല്ലെങ്കിൽ അപ്പൊ ഭഗവാനിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ വിഷയത്തിൽ നോക്കും, ഓട്ടോമാറ്റിക്കായി കൊടുക്കും. പിന്നെ നമ്മൾ പ്രയത്നിക്കേണ്ട ആവശ്യമില്ല. അതിനൊന്നും ഭഗവാനിലേക്ക് വെട്ടണമെന്ന് വേണം. ഭഗവാന്റെ മഹിമ കാട്ടണം. ഭഗവാന്റെ മഹിമകൾ മഹാത്മാക്കളുടെ അടുത്ത് പോയി കാട്ടണം. ഭാഗവതം കേൾക്കാം, മഹാഭാരതം കേൾക്കാം, രാമായണം കേൾക്കാം, അതുപോലെ ഈ പറഞ്ഞ ശിവമഹാത്മ്യങ്ങളൊക്കെ കേൾക്കാം. അത് കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സാണ് ഭഗവാനിക്ക്. ഇത് നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ വീണ്ടും വിഷയങ്ങളിലേക്ക് പോകും. അപ്പൊ നമുക്ക് ആലോചിക്കാം. ഈ കേട്ട വിഷയങ്ങളൊക്കെ വീണ്ടും ആലോചിക്കാം. പിന്നെ നല്ല ഗ്രന്ഥങ്ങളൊക്കെ പാരായണം ചെയ്യാം. പുണ്യഗ്രന്ഥങ്ങളൊക്കെ പാരായണം ചെയ്യാം. പാരായണം ചെയ്ത് കഴിഞ്ഞതിനെ കുറിച്ച് ചിന്തിക്കാം. ഇപ്പൊ ശാസ്ത്രപ്രസാദം ഉണ്ടായി, ഗുരുപ്രസാദം വേണം, അങ്ങനെ ഈശ്വരപ്രസാദം വേണം. എല്ലാം കൂടെ കുറിച്ച് നമ്മുടെ ജീവിതം ധന്യമായിട്ട് പറഞ്ഞു വന്നതാണ്. ആത്മാർത്ഥമാണ്. ഈ മനസ്സിനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഭക്തന്റെ ഭാവന ആലോചിച്ചു. ഒരു ഭക്തൻ ശിവാനന്ദയിലെ ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നു, ഭാവനാണ് നമുക്ക് ഭാവന എന്നുവെച്ചാൽ ഭാവയഥാന്തി അശാന്തസ്യ ഭഗവത്ഗീതയിലെ ഭഗവാൻ പറയുന്നു, ഭാവനയില്ലാത്തവർക്ക് ശാന്തിയില്ല, ശാന്തി ഇല്ലാത്തവർക്ക് സുഖമില്ല. ശാന്തിയിലേക്ക് സുഖമാണ്. ആ ശാന്തമായ ആ ശാന്തി അനുഭവിക്കുന്ന ആൾക്ക്, അസ്വസ്ഥനായ ആൾക്ക് സുഖമില്ലല്ലോ. അപ്പോൾ ശാന്തി വേണമെങ്കിൽ ഭാവന വേണം, നല്ല സദ്ഭാവം വേണം. സദ്ഭാവന കൊണ്ട് ഒരു ഭക്തന്റെ ഭാവന എന്തായിരിക്കും? യഥാർത്ഥ ഭക്തൻ എന്താ ഭാവിക്കണം? കൈലാസേ കനകമണി സൗധേ സഹകണി വസൻശംഭോരഗ്രേ സുരഗണിത മുദ്ധാഞ്ജലി സംഭവം വിഭൂ സാംബസ്വാമി പരമശിവപാഠീതിരികജൻ വിധൂനാം കൽപ്പൻ നിമിഷമിവദേശിയാമിസ്വത കൈലാസേ. ഈ ഭക്തൻ വിചാരിക്കുന്നത്, ഞാൻ എപ്പോഴാണ് കൈലാസത്തിൽ പോയിട്ടുള്ളത്? ഈ ഭക്തന്റെ വിചാരമാണ്, ഞാൻ എപ്പോ കൈലാസത്തിൽ പോയിട്ട് അവിടെ കനകമണി സൗഖ്യേ സ്വർണം കൊണ്ട് രത്നങ്ങളൊക്കെ വന്ന് സ്വർണം കൊണ്ടുള്ള ഗൃഹത്തില് പാർവതി പരമേശ്വരന്മാർ സിംഹാസനത്തിലാണ് ഇരിക്കുന്നത്. ഇതിന്റെ ഭാവനയെ കാണാൻ നമുക്ക് കാണാം. അങ്ങനെ സഹകരണയും ഞാൻ പറഞ്ഞ് നേരത്തെ പറഞ്ഞ ഭൂതഗണങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഭഗവാന്റെ കിങ്കരന്മാര് ശിവകിങ്കരന്മാരൊക്കെ അവിടെ ഇങ്ങനെയുണ്ട്. അവരും ഭഗവാനെ വചിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ഭഗവാനെ തൊഴുതുകൊണ്ട് എങ്ങനെ സഹകരണയിൽ വസൻശംഭോരൊക്കെ ഭഗവാന്റെ മുമ്പിൽ നിന്നും കൊണ്ട് കുടകടിത ഊർധാഞ്ജലി കൂട രണ്ട് കൈയിൽ തലയ്ക്ക് വീതം കൂപ്പി പിടിച്ചു. അങ്ങനെ കൈലാസത്തില് സ്വർണ്ണഗ്രഹത്തില് നവരത്നങ്ങളൊക്കെ പതിച്ചുള്ള സ്വർണ്ണഗ്രഹത്തില് നവരത്ന പീഠത്തില്
പാർവതി പരമേശ്വരന്മാർ ഉപവിഷ്ടരായിരിക്കുന്നത് കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് കൈ രണ്ടും തലക്കിലൊക്കെ കൈകൂപ്പിക്കൊണ്ട് ചെയ്യുക. വിഭോ സാംബ സ്വാമി, അല്ലയോ ഭഗവാനി പരമശിവ, ഹേ ഭഗവാനി പരമേശ്വരൻ, അപ്പുറം വേറെ ആളില്ല. പരമേശ്വരൻ, പരമേശ്വരൻ, ഈശ്വരന്മാരൊക്കെ പറയണം. മഹാദേവൻ, ദേവന്മാരെ ദേവനാണ്, അതിനപ്പുറം വേറെ ആളില്ല. പരമശിവ പാഹി, രക്ഷിക്കണേ രക്ഷിക്കണേ ഭഗവാനെ രക്ഷിക്കണേ പ്രാർത്ഥിച്ചുകൊണ്ട് വിധാതൂണം കൽപ്പൻ, ബ്രഹ്മാവിന്റെ കൽപ്പങ്ങളൊക്കെ നിമിഷം ഇവ, ഒരു നിമിഷം പോലെ സുഖത എങ്ങനെ നയിക്കും. ഈ വിധാതൂണം കൽപ്പം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിന്റെ കൽപ്പം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിന്റെ പകലാണ്. ബ്രഹ്മാവിന്റെ പകലെന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യവർഷം കണക്കാക്കുകയാണെങ്കിൽ 432 കോടി വർഷം. 432 കോടി വർഷം ഒരു നിമിഷമായിട്ട് തോന്നി ഭഗവത്ഭക്തന്മാർക്ക്. ഭഗവത്ഭക്തിയുള്ളവർക്ക് കാലമൊന്നുമില്ല. ആ കാലം നീ കൊന്ന ആളാണ് ഭഗവാൻ, കാലന്റെ കാലനാണ്. അറിയില്ലേ, മാർക്കാണ്ഡേയന്റെ പിന്നാലെ പോയപ്പോ ശിവന്റെ കാലന്റെ കാലാദ്യം കാലന്റെ കാലം മഹാകാലൻ ഭഗവാൻ ഉജ്ജയിനിയിലെ മഹാകാലൻ കാലന്റെ കാലനാണ്, കാലകാലമാണ് ഭഗവാൻ. അങ്ങനെയുള്ള കാലദേശങ്ങൾക്കൊക്കെ അപ്പുറത്തുള്ള തത്വമാണ് ആത്മതത്വം. അതുകൊണ്ട് 432 കോടി വർഷം 14 മന്വന്തരങ്ങളാണ്. 14 മന്വന്തരങ്ങൾ 71 ചതുർയുഗങ്ങളാണ് ഒരു മന്വന്തരം. 71 ചതുർയുഗം എന്ന് പറയുമ്പോൾ 43,20,000 കൊല്ലമാണ് ഒരു ചതുർയുഗം. 4 യുഗങ്ങൾ, ദ്വാപര, കലി. അങ്ങനെ 71 ഒരു മനുവിന്റെ കാലം. അങ്ങനെ 14 മണിക്കൂർ കാലം കഴിയുമ്പോൾ 432 കോടി മനുഷ്യവർഷമാവും. ഇപ്പൊ ബ്രഹ്മാവർഷം ഈ ലോകത്തില്ല, ഈ പ്രപഞ്ചമൊക്കെ പോയി. മാത്രം ലോകമൊക്കെ നോക്കി ലോകമില്ലല്ലോ. ബ്രഹ്മാവിന്റെ മനസ്സിലെ സങ്കല്പങ്ങളാണ് ഈ കാണുന്നത്. ബ്രഹ്മാവ് ഉറങ്ങുമ്പോൾ ഈ ലോകം തന്നെയില്ല. പിന്നെ ബ്രഹ്മാവ് ഉണരും. എത്ര ഈ 432 കോടി വർഷം ഉറക്കാനും പിന്നെ ഉണരുമ്പോഴോ ഈ പ്രപഞ്ചം വീണ്ടും വരും. അങ്ങനെ ബ്രഹ്മാവിന്റെ ഒരു ദിവസം കഴിഞ്ഞു. 432 പകലും 432 രാത്രി കൂടി. അങ്ങനെ 864 കോടി വർഷം ബ്രഹ്മാവിന്റെ ഒരു ദിവസം. ഇന്നു 365 864 ഇന്നു 864 കോടിയാണ്. ഇന്നു എന്താ പറയാ, മറ്റേ 365 ഒരു വയസ്സാവും ബ്രഹ്മാവ്. ഇന്നു 100. അതിന് കമ്പ്യൂട്ടറൊന്നും കൊണ്ടില്ലത്. ഇതാണ് ബ്രഹ്മാവിന്റെ ആയുസ്. അങ്ങനെയുള്ള ബ്രഹ്മാവിന്റെ കൽപ്പങ്ങളൊക്കെ ഭഗവത് സാക്ഷാത്കാരത്തോട് കൂടിയിട്ട് നമുക്ക് ഒരു നിമിഷം മാത്രം ഭക്തന്മാർക്ക് പറയുന്ന പാവനം നുകർന്ന ഭാഗ്യവാന്മാർക്കൊരു 10,000 മണ്ഡലപ്പനേരം അറിവ് അപരപ്രകൃതിക്കധീനമായാൽ അരനൊടി 1000 മണ്ട് പോലെ തോന്നും. കാരണം അപരാപ്രകൃതിയുണ്ട്. പരാവിദ്യ കൊണ്ട് ആത്മസാക്ഷാത്കാരം നേടിയ യോഗീശ്വരന്മാർക്ക് ഒരു 10,000 കൊല്ലം ഒരു നിമിഷമാണ്. അത് അല്പനേരം. അറിവ് അപരപ്രകൃതിക്ക് മായക്ക് അനുഭവപ്പെട്ട മനസ്സാണെങ്കിലോ, നമ്മുടെ ബുദ്ധി ഇതിന് അനുഭവപ്പെട്ടതാണെങ്കിലോ അവന് അരനൊടി 1000 മണ്ട് പോലെ തോന്നും. ആകെ ബോറടിച്ച് ജീവിതം മുഴുവൻ ആകെ വിഷമിച്ച് ഇങ്ങനെ ആകെ. കാരണം എന്താ, ഇതിന് പെട്ടുപോയി, മായക്ക് അധീനമായിപ്പോയി. അപ്പോ അപരപ്രകൃതി പരാപ്രകൃതിക്ക് പരയുടെ പകല് തുറക്കണം. അങ്ങനെ വരുമ്പോൾ 432 കോടി വർഷങ്ങളൊക്കെ ഒരു നിമിഷം ഇങ്ങനെ എന്ന് കഴിയും എന്നത് സഹകടയും ഗണങ്ങളുടെ കൂടെ ഭൂതഗണങ്ങളോട് കൂടി നിന്നുകൊണ്ട് 2 കൈ തലക്കി വെച്ചുകൊണ്ട് സാംബസ്വാമി സാംബശിവൻ പറഞ്ഞാൽ അമ്മയോട് കൂടിയാണ്. അമ്മ എന്ന് പറഞ്ഞാൽ അമ്മ ജഗദമ്പികയുള്ള പാർവതി ദേവിയോട് കൂടിയിട്ട് കനക സിംഹാസനത്തിൽ എഴുന്നള്ളുന്ന ആ മഹാദേവന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പരമശിവഭോ ഭഗവാനി പാഹി പാഹി രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ കാലത്തിന്റെ ബാധ തന്നെ വരുന്നില്ല. അവിടെ കാലോ ദേശമാണ് ഈ പ്രപഞ്ചത്തിന് നമുക്ക് പരിധി. കാലത്തും ദേശത്തിനും അധികം ഈ കാണുന്നതല്ല. ഇത് പരിധി. ഈ ശരീരം നമ്മൾക്ക് പരിധിക്കുന്നു.
അതിൽ നമ്മൾ അഭിമാനിക്കുകയാണ്. അതാണ് ഞാൻ യഥാർത്ഥ സ്വരൂപം അതല്ല, ശിവനാണ് എല്ലാ ദിശയിലും വ്യാപിച്ചിട്ടുള്ള ആ പരമാത്മ തത്വമാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ നമ്മളെന്തായി മായയ്ക്ക് അധീനപ്പെട്ടതുകൊണ്ട് ഞാൻ വേറെയാണ്, അത് വേറെയാണ്, ഇത് വേറെയാണ്. ഈ ശരീരമാണ് ഞാൻ അഭിമാനിക്കുന്നത്. ആ അജ്ഞാനം നീങ്ങുന്നതോടുകൂടിയിട്ട് പിന്നെ കാലത്തിന് അതീതമായി കാലകാലമാണ്. മാർക്കണ്ഡേയ മഹർഷിയുടെ പിന്നാലെ കൂടിയില്ല യമധർമ്മരാജാവിനെ കുത്തിക്കൊന്നതിനെ എല്ലാവരും കേട്ടുണ്ടോ? ഇല്ലേ? കഥ കേട്ടില്ലേ? കേൾക്കാത്തതുണ്ടോ? മാർക്കണ്ഡേയ മഹർഷിയുടെ കഥ കേൾക്കാത്തവരുടെ കൈ നോക്കും. എല്ലാവരും കേട്ടതാണ്. മാർക്കണ്ഡേയ മഹർഷിക്ക് 16 വയസ്സായുണ്ട്. ജ്യോത്സ്യം കണക്കാക്കിയത് 16 വയസ്സാണ്. കാരണം അങ്ങനെയാണ് പറയുമ്പോൾ അതിന് ബുദ്ധിമാനായിട്ടുള്ളവരോ അല്പായുസായിട്ട് കുട്ടി വേണോ, മന്ദബുദ്ധികളായിട്ടുള്ള 100 പുത്രന്മാർ വേണമെന്ന് മാർക്കണ്ഡേയ മഹർഷിയുടെ അച്ഛനായിട്ടുള്ള പ്രകണ്ടൂരോട് ഭഗവാൻ ചോദിച്ചു. അദ്ദേഹം ചിന്തിച്ചു, 100 മന്ദബുദ്ധികളൊക്കെ എന്ത് കാര്യം, അല്പായുസാണെങ്കിലും ഒരു മകൻ അയാൾ മതി എന്ന് വരുമാണ്. അങ്ങനെ ഉണ്ടായ പുത്രനാണ് മാർക്കണ്ഡേയ മഹർഷി. 16 വയസ്സ് പൂർത്തിയായി. ഇതില് ഭക്ഷണം കഴിച്ചിരിക്കും. ഇത് നോക്കുമ്പോൾ കാൽ ഗണ്ടും കയറൊക്കെ ആയിട്ട് വന്നിരിക്കുന്നു. കൂടി നമ്മുടെ മലപ്പുറം ജില്ലയിൽ തിരൂരടുത്ത് തൃപ്പരങ്കോട് ക്ഷേത്രം, തൃപ്പരങ്കോട് അവിടെ ഈ അമ്പലം ഈ യമന പഞ്ചായത്ത് ഐതിഹ്യവുമായി ബന്ധപ്പെട്ട സ്ഥലപുരാണം. അവിടെ ഉച്ച സമയത്ത് അവിടുത്തെ അമ്പലക്കുളത്തെ വെള്ളം തുറന്നിരിക്കും. അമ്പലക്കുളത്തെ വെള്ളം പോയി കുളമാണ് അവിടെ തെക്ക് ഭാഗത്ത്. അമ്പലക്കുളമല്ല, വേറെ കുളം. അതിലെ നടുഭാഗത്ത് നിന്ന് തുറന്നു വന്നു. കാരണം ശിവനെ കഴുകിയതാണ് യമനെ കൊന്നിട്ട്. അവിടെയാണ് എൻ്റെ അമ്മാവനൊക്കെ പറഞ്ഞു കേൾക്കുന്നത്. ഈ നടത്തിലുള്ള അരയാളിൻ്റെ വേര് 2 ഭാഗത്തുണ്ട്. നടി ഒന്ന്, അതിൻ്റെ ഭാഗം വേര് ഭാഗത്ത് ഇങ്ങനെ 2 വീട്ടിലാണ്. ഒന്ന് മാറാത്തും ഒന്ന് വാരിയത്തുള്ളൂ. അതിന് ചൂട്ടുള്ള ബസ്സൊക്കെ പോകുന്നു. പിന്നെ അത് ഞങ്ങളോട് പോയിട്ട് പറയുള്ളൂ. ആ ആള് പോയി. ഇങ്ങനെ ആരും കഴിയുന്ന അമ്മാവൻ കണ്ടിട്ടുള്ളത് ഈ വരുമ്പോ മാർക്കാണ്ഡയെ കടനെ പൊരിച്ച് ഓടി വരികയാണ്. ഓടി വരുന്ന സമയത്ത് നല്ല ചുറ്റി പോകുമ്പോഴേക്ക് ഇവൻ പിടിക്കും. അമ്മയെ പടർന്നു ഭഗവാനെ പോയി ശരണം പ്രാപിച്ചു. അപ്പൊ മൂലത്തിൽ ശിവനുണ്ട്, വടക്ക് ഭാഗത്തൊരു ശിവക്ഷേത്ര ശ്രീകോവിലുണ്ട്. അവിടുന്ന് ഭഗവാൻ ശൂരമായിട്ട് 3 സ്റ്റെപ്പ് വെച്ചു. അവിടേക്ക് ഓരോ ശ്രീകോവിലുണ്ട്. മൂലത്തിൽ ശിവൻ അവിടെ ഇവിടെ അങ്ങനെ കൊന്നു, ചവിട്ടിക്കൊന്നു. പക്ഷെ ഭഗവാനെ ഭജിക്കുമ്പോൾ കാലത്തെ കത്തിച്ചിരിക്കാൻ കഴിയും. അതുകൊണ്ട് എന്തായി, ഇദ്ദേഹത്തിന് എന്നും 16 വയസ്സാണ് മാർക്കണ്ഡേയ മഹർഷി. മാർക്കണ്ഡേയ മഹർഷി ചിരഞ്ജീവിയായി. ചിരഞ്ജീവികൾ ഒരാളാണ്, 7 ചിരഞ്ജീവികൾ ഒരാളാണ് അദ്ദേഹം. അതുകൊണ്ട് ഭഗവാനെ ഭജിക്കുന്നവർക്ക് കാലനെ ഭയപ്പെടേണ്ട. ചന്ദ്രശേഖരമാശ്രയേമ കിം കരിഷ്യതി വൈമ. ചന്ദ്രശേഖരം, ഞാൻ ചന്ദ്രശേഖരനെ ആശ്രയിക്കുന്നു, ഭഗവാനെ ആശ്രയിക്കുന്നു. യമനെ എന്നെ എന്ത് ചെയ്യാൻ കഴിയും? കാരണം നമുക്ക് മരണമില്ല, ആത്മാവിന് മരണമില്ല. എന്താണ് കാരണം? തത്വമാണ്. തത്വം പറഞ്ഞവർക്ക് മനസ്സിലാവും. കാരണം ശരീരമാണ് പോണത്, ശരീരമല്ല ഞാൻ. ശിവാനന്ദരൂപ ശിവോഹം ശിവോഹം. ഞാൻ ശിവനാണ്, ശിവനാണ്, ശിവനാണ്. ചൈതന്യമാണ് ഞാൻ, ചൈതന്യമാണ് ഞാൻ. ആത്മചൈതന്യമാണ്. ആത്മചൈതന്യത്തിന് മരണജന്മങ്ങളൊന്നുമില്ല. ഈ ശരീരം നശിക്കുമ്പോൾ ഞാൻ ഇല്ലാതെയാവുന്നില്ല. എത്രയോ ശരീരങ്ങളിൽ ഞാൻ വസിച്ചു, എത്രയോ ശരീരങ്ങളിൽ ഞാൻ മാറി 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 വന്നു. എത്രയോ മൃഗജന്മങ്ങൾ എടുത്തു, എത്രയോ വൃക്ഷങ്ങളായിട്ട് നിന്നു, എത്രയോ ജലജീവികളായിട്ട് നിന്നു, എത്രയോ പക്ഷികളായിട്ട് പറഞ്ഞു. കഴിഞ്ഞ അപ്പൊ മനുഷ്യരായിട്ട് വന്നു. എനിക്ക് ഒരിക്കലും മരണമില്ല. ഇതറിയുമ്പോൾ പിന്നെ കാലത്തെ കാലിനോട് ഞാൻ ശരീരമല്ല എന്ന് പറയുമ്പോൾ കാലിന് പിന്നോട്ട് റോളില്ല. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഒരു യഥാർത്ഥ ഭക്തന് ശങ്കരാചാര്യസ്വാമികൾ വീണ്ടും പറയട്ടെ, ഭഗവാനെ ഇങ്ങനെ ഭജിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് ഭഗവാന്റെ രൂപം അങ്ങനെ ധരിക്കണം. നമ്മൾ മനസ്സിൽ എന്തൊക്കെയാണ്? ഭഗവാന്റെ പാദം അപസ്മാരം നിർത്തി ചവിട്ടിയിരിക്കും. വലത്തെ കാലം അവസ്മാനമൂർത്തി ചവിട്ടി, അവസ്മാനമൂർത്തി ചവിട്ടി വെക്കുമ്പോഴാണ് അവസ്മാനമൂർത്തിക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അത് ശിവക്ഷേത്രത്തിലൊക്കെ വെടി തോന്നുന്ന സമയത്ത് ആ വിസ് തോന്നും. ഈ പൂജ അടക്കുന്നതിന് മുമ്പ് തെക്ക് കിഴക്കേ ഭാഗത്തുള്ള ഒരു അഗ്നി എന്ന മേഖലയിൽ ആ വിസ് കിട്ടുന്നത്. ആ സമയത്ത് ഭൂതഗണങ്ങളൊക്കെ പുറത്തു വരും. നമുക്ക് എല്ലാവർക്കും അത് ഉറക്കുള്ളതാണ്. ശ്രീഭൂതബലി
ആ സമയത്ത് അതിനെ ക്രോസ് ചെയ്ത് വെക്കാൻ പാടില്ല. അപസ്മാരമൂർത്തി എന്നുള്ള പിടിക്കും. ഈ അപസ്മാരമൂർത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിലുള്ള ന്യൂറോൺസിന്റെ ചലന വ്യത്യാസമാണ്. അത് ഭഗവാനെ ഭജിക്കുന്ന സമയത്ത് അപസ്മാരം ശബ്ദം. അങ്ങനെ അപസ്മാരമൂർത്തിയെ ചവിട്ടി നിർത്തിയിരിക്കുകയാണ് ഭഗവാൻ. ആ സമയത്ത് ഭഗവാനെ സ്മരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാകും. ആ സമയത്ത് നമ്മുടെ ന്യൂറോൺസിന്റെ പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് ഏറ്റവും വലിയ ന്യൂറോളജിസ്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു സാംബശിവൻ എന്നുള്ള ആളായിരുന്നു. ഡോക്ടർ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം ഈ ഗോപാലകൃഷ്ണ സാറിന്റെ കൂടെയൊക്കെ അദ്ദേഹം മരിച്ചു. 7 ന്യൂറോ സർജന്മാരുണ്ടോ? അദ്ദേഹം പറഞ്ഞതാണ് ഈ അപസ്മാരത്തിൽ നമശിവായാണ് ഏറ്റവും വലിയ മന്ത്രം. അദ്ദേഹം പറഞ്ഞു ലോകത്തിലെ 7 ന്യൂറോ സർജന്മാരുടെ ഒരാളാണ് അദ്ദേഹം പറഞ്ഞാണ് നാമം ജപിക്കാം, നമശിവായി ജപിക്കൂ. അപ്പോ നമശിവായി ജപിച്ചാൽ മാറിയ കഥ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്. അതാണ് നിങ്ങൾ അപ്പോ ഈ അപസ്മാരമൂർത്തി ഇങ്ങനെ ചവിട്ടി പിടിച്ചിരുന്നു. ഭഗവാന്റെ പുലിത്തോലാണ് എടുത്തിട്ടുള്ളത്. പുലിത്തോൽ എടുത്തിട്ടുണ്ട്. ആനത്തോലാണ് പതിച്ചിട്ടുള്ളത്. രുദ്രാക്ഷമാലയുണ്ട്. നാഗാഭരണം, ആഭരണമായിട്ടുള്ളത്. നീലകണ്ഠനാണ് ഭഗവാൻ. ആഹാരം എന്ന വിഷം പിടിച്ച് പാരാളികളെ വണിട്ട് അത് കുടിച്ച് ഇവിടെ നീലനിറമായിട്ടുണ്ട്. കാണാൻ അത് കഴിഞ്ഞ് ഭഗവാന്റെ നെറ്റിയില് ഭസ്മക്കുരിയില് 3-ാം തൃക്കണ്ണുണ്ട്. അതുകൊണ്ട് അവിടെ കാമന ദഹിപ്പിച്ചത്. കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം. ജടയുണ്ട്. ഭഗവാന്റെ ജട കാണാം. ജടയിൽ ചന്ദ്രക്കാല കാണാം. അതിനപ്പുറത്ത് ജടയിൽ വികാരതി. ഇതൊക്കെ ഇങ്ങനെ ഭാവന ചെയ്യണം. എങ്കിലും തൃശ്ശൂരും തൃശ്ശൂരിൻ്റെ അന്തികേശനം കൊണ്ടുവരികയും ഭൂതകളൊക്കെ സേവിച്ചുകൊണ്ടിരിക്കുന്നു. പാർവതി ദേവി അവരുടെ ഭാഗത്തുണ്ട്. ഇങ്ങനെ നമുക്ക് സങ്കല്പിക്കുകയാണ്. അത് വളരെ നമ്മുടെ മനസ്സിൽ വളരെ വളരെ ശ്രമമാണ്. ആ ഭാവന ഇങ്ങനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ പറയുകയാണ് ശങ്കരാചാര്യൻ പക്ഷസ്ഥാവര ശങ്കയാ വിജയിതോ വൈവസ്വതോ നിർജ്ജരക്കോടീരോജ്ജലം രത്നദീപകരികാനിരാജനം കുർവതേ. ഭഗവാൻ ഇങ്ങനെ കാണുന്ന സമയത്ത് ഭഗവത് ദർശനം നമുക്ക് കിട്ടുന്ന സമയത്ത് എന്താണുള്ളത്? ഭഗവാന്റെ പാദങ്ങൾ നമ്മളെ സ്മരിക്കുന്നു. ഭഗവാന്റെ പാദം നമ്മുടെ മനസ്സിലിങ്ങനെ പ്രതിഫലിക്കുന്നു. ആ സമയത്ത് കാലൻ വന്നിങ്ങനെ കാണുന്നു. കാലൻ പേടിച്ചു കൊടുത്തു. എന്താ കാരണം? പക്ഷസ്ഥാവന ശങ്കരൻ പണ്ട് നെഞ്ചത്ത് ചവിട്ടി കിട്ടിയിട്ടുണ്ട്. മാർക്കാണ്ഡേയ പിന്നാലെ കൂടിയപ്പോൾ ചവിട്ടി കൊടുത്തു. പൊട്ടി പൊളിഞ്ഞു. അദ്ദേഹത്തിന്റെ വാതിൽപ്പൊളി പോലെയുള്ള അദ്ദേഹത്തിന്റെ നെഞ്ചിപ്പൊളി പൊട്ടി തകർന്നു. അപ്പൊ പേടിച്ചിട്ട് പക്ഷസ്ഥാവന നെഞ്ചത്ത് ചവിട്ടി കിട്ടുന്നുള്ള ഭയം കൊണ്ട് വിജയിതോ ഓടിപ്പോകുന്നതായും വൈവസ്വതോ. അത് വൈവസ്വതൻ സൂര്യപുത്രനായുള്ള കാലം. ഇങ്ങനെ സൂര്യപുത്രനായതെന്ന് പറയുന്നു. വൈവസ്വതൻ വിവസ്വൻ നമ്മുടെ സൂര്യനാണ്. അപ്പൊ വൈവസ്വൻ നമ്മുടെ സൂര്യന്റെ പുത്രനാണ്. എങ്ങനെ വൈവസ്വതനായി എന്ന് വെച്ചാൽ ശ്രദ്ധിക്കണം. കാലം നമ്മുടെ കാലം തന്നെ. കാലമാണല്ലോ എല്ലാത്തിനും കൊല്ലുന്നത്. എല്ലാത്തിനും അവസാനിപ്പിക്കുന്ന കാലമാണല്ലോ. അപ്പൊ നമ്മളെയൊക്കെ അവസാനിപ്പിക്കുന്ന കാലം. അങ്ങനെയുള്ള കാലം ഉണ്ടാവുന്ന സൂര്യന്റെ പുത്രനാണ്. സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ഒരു ദിവസം ആരംഭിച്ചു. അസ്തമിച്ചു. പകല് കഴിഞ്ഞു. രാത്രി ഈ ഉദയം വരെ. അപ്പോൾ രാത്രി പകൽ കൂടുമ്പോൾ ഒരു ദിവസമായി. അതെങ്ങനെയാണ് രാത്രി പകലും? സൂര്യൻ ഉദിച്ചുകൊണ്ട്, സൂര്യൻ ഉച്ച അസ്തമിച്ചുകൊണ്ട്. ഇപ്പൊ സൂര്യന്റെ പകലല്ലേ കാലം. ആ ദിവസങ്ങളാണ് ആഴ്ചകളാകുന്നത്. അങ്ങനെ ആ ദിവസങ്ങളിലാണ് മാസങ്ങളാകുന്നത്. ഇങ്ങനെ മാസങ്ങളാണ് വർഷമാകുന്നത്. വർഷങ്ങളാണ് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ കൽപ്പങ്ങളും യുഗങ്ങളും ഒക്കെ ആയിട്ട് മാറിയുണ്ട്. അത് തന്നെയാണ് കാലം എന്നുള്ള ശക്തി. സാക്ഷാൽ സൂര്യഭഗവാന്റെ പുത്രനാണ്. അപ്പൊ ആ കാലം എന്നുള്ള ശക്തി, ആ കാലം എല്ലാവരുടെയും അന്തകനായിട്ട് ആ കാലം ഭഗവാന്റെ പാദ. കാരണം ഭഗവാൻ കാലാതീതനാണ്. കാലദേശാവധിഭ്യം നിർമുക്തം നിത്യമുക്തം. കാലദേശങ്ങൾക്കൊക്കെ അപ്പുറത്ത്. കാലദേശങ്ങൾ മായാകാര്യങ്ങളാണ്. ആ മായ ഭഗവാന്റെ ശക്തിയാണ്. ആ ഭഗവാനെ സ്മരിക്കുന്ന സമയത്ത്, ഭഗവാന്റെ പാദം സ്മരിക്കുന്ന സമയത്ത് തന്നെ കാലം പേടിച്ചു കൊടുക്കും. കാരണം കാലമായൊക്കെ പേടിയാകാൻ. കാരണം കാലം ചവിട്ടി ചെയ്താറുണ്ട്. ഒരു ദീപാരാധന നടക്കുന്നു. എന്താ ദീപാരാധന? ഇന്ദ്രാദി ദേവന്മാരൊക്കെ വന്ന് നമസ്കരിക്കും. ഇന്ദ്രാദി ദേവന്മാർ വന്ന് ഭഗവാന്റെ പാദത്തിൽ നമസ്കരിക്കുന്ന സമയത്ത് ഈ രത്നകിരീടങ്ങളാണ്, നവരത്നങ്ങളൊക്കെ വെച്ച് കിരീടങ്ങളാണ് ദേവന്മാരുടെ കിരീടം. ആ കിരീടത്തിൽ ഇങ്ങനെ വെളിച്ചം തട്ടുന്ന സമയത്ത് പല കളറുകളും പല വർണ്ണങ്ങളും അതിങ്ങനെ പൊങ്ങി കാണും.
ഒരു ദേവൻ ബുദ്ധി, മറ്റേ ദേവൻ പോകും. അപ്പൊ എന്താ അവിടെ ദീപാരാധനയാണ് കാണുന്നത്. ഭഗവാൻ ഇങ്ങനെ ദീപാരാധന കാണുന്നത്. തീരത്തിൽ രത്നങ്ങളൊക്കെ ഇങ്ങനെ അതാണ് കാണുന്നത്. അപ്പൊ ഭഗവാനെ സ്മരിക്കുന്ന സമയത്ത് തൊട്ട് ഉണ്ടാവുന്നത്. അതുകൊണ്ട് സദാ ഭഗവാനെ സ്മരിച്ചോളൂ. സ്മരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കാലം നമ്മളെ അടുക്കില്ല, കാലം അടുക്കില്ല, കാമന അടുക്കില്ല, ആഗ്രഹങ്ങളും അടുക്കില്ല. കാരണം ഭഗവാനെ വിട്ടു പോകുമ്പോഴല്ലേ വിഷയങ്ങളിലേക്ക് മുഴുവൻ മനസ്സ്. ഈ മനസ്സ് ഭഗവാനെ തിരിഞ്ഞാൽ പിന്നെ അവിടെ വിഷയം, വിഷയങ്ങൾ ഓട്ടോമാറ്റിക്കായി പോയി. അതുകൊണ്ട് എപ്പോഴും അത് ചോദിച്ചു പറയും. അങ്ങനെ ഭഗവാന്റെ പരമേശ്വരനാണ് ഭഗവാൻ എന്ന് പറഞ്ഞു. പരമേശ്വരൻ മഹാദേവനാണ്, എല്ലാ ഈശ്വരന്മാരെയും ഈശ്വരനാണ്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഭരണശ്രേഷ്ഠം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും നാഥൻ. വരൻ ഈശ്വരനാണ്, ഈശ്വരൻ ഭരണശ്രേഷ്ഠനാണ്. ഇതിനെല്ലാം നീ വ്യവസ്ഥയോടുകൂടി നിയന്ത്രിക്കുന്നതായുള്ള എല്ലാം വ്യവസ്ഥാപിതമായിട്ടാണല്ലോ കാണുക. പ്രപഞ്ചം മുഴുവനും അത് വേണ്ട പോലെ പ്രവർത്തിപ്പിക്കുമ്പോൾ അതിന് നാഥൻ കാണും. അതിൻ്റെ എല്ലാം നിയന്താവായുള്ള ഭഗവാൻ. ആ നിയന്താവായുള്ള ദേവന്മാരുടെ ഏറ്റവും ഒക്കെ അവരൊക്കെ നിയന്ത്രിക്കുന്നു. ഏറ്റവും വലിയ ചീഫാണ്, ഇവരൊക്കെ ചീഫാണ്. അതാണ് പരമേശ്വരൻ. ഭഗവാൻ മാത്രമേ ശിവലിംഗം ആരാധിക്കുന്നുള്ളൂ. ലിംഗം എന്ന സൂചനയാണ്, അടയാളം എന്ന അർത്ഥത്തിലാണ് ലിംഗം എന്നത്. ഈ ബ്രഹ്മാണ്ഡ കോടികളെ മുഴുവൻ ഒരു വലയമായിരിക്കും, ഒരു വൃത്തമല്ല. ബ്രഹ്മാണ്ഡം എന്നാണ് എല്ലാം കൂടെ കണക്കാക്കുമ്പോൾ അണ്ഡാകൃതി. ആ അണ്ഡാകൃതി ഇതെല്ലാം ഉൾക്കൊള്ളുന്നത് ഏതോ ആ തത്വം. അതാണ് എല്ലാം ഈശ്വരനാണ്. ഏതൊന്നിൽ നിന്നാണോ ഈ അനന്തകോടി ബ്രഹ്മാണ്ഡങ്ങളൊക്കെ ഉണ്ടായത്, ഏതൊന്നിലാണോ നിലനിൽക്കുന്നത്, ഏതൊന്നിലേക്കാണോ തിരിച്ചു നയിക്കുന്നത്, ആ കാരണതത്വത്തെയാണ് ബ്രഹ്മം അല്ലെങ്കിൽ ശിവം എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഉൾക്കൊള്ളുന്നതായുള്ള ഈ ശിവലിംഗത്തിന് പ്രത്യേകതയുണ്ട്. അത് നിർഗുണമാണ്, സഗുണമാണ്. നിർഗുണം എന്ന് പറയുമ്പോൾ ഗുണാതീതം. സത്യജസ്തുകളെ പറ്റിയൊക്കെ അയ്യവർക്ക് മനസ്സിലാവും. നിർഗുണം തന്നെ നിരാകാരമായുള്ള അനന്തമായതാണ്. നമ്മുടെ മനസ്സുകൊണ്ട് സങ്കല്പിക്കാൻ കഴിയില്ല. ഇത് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല, മനസ്സിനറിയാൻ പറ്റില്ല, ബുദ്ധിക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. എന്നാൽ ഇന്ദ്രിയങ്ങളെ മനസ്സിനെയും ബുദ്ധിയൊക്കെ പ്രവർത്തിപ്പിക്കുന്നത് ആ ചൈതന്യമാണ് തന്നെ ബ്രഹ്മതത്വം. പക്ഷേ ഭഗവാൻ കാരുണ്യം കൊണ്ട് ഭക്തന്മാരെ അനുഗ്രഹിക്കാനായിട്ട് ഓരോ രൂപം എടുക്കുന്നു. ഓരോ രൂപം എടുക്കുമ്പോൾ അത് ആദ്യത്തെ രൂപം ലിംഗത്തിലാണ്. ലിംഗരൂപത്തിൽ പ്രപഞ്ചം മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ വസ്തുവിനും ഒരു വരയാൻ പറ്റും. നമ്മുടെ ഓരോ വസ്തുവും ഓരോ വസ്തുവിനും നമ്മുടെ വരയാൻ പറ്റുന്നത് രണ്ടാകൃതിയും ഈ രണ്ടാകൃതിയും ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ആ രൂപത്തെയാണ് ശിവലിംഗം എന്ന് പറയുന്നത്. ശിവലിംഗമായിട്ട് ആരാധിക്കുന്നത് അത് നിരാകാരമല്ല. എന്നാൽ സമൂഹത്തിലെ കൈയും കാലും നേരെ രൂപമായിട്ടില്ല. അതുകൊണ്ട് പരമശിവന് മാത്രമേ ശിവലിംഗ ആരാധന. ബാക്കിയുള്ള ദേവന്മാരൊക്കെ കൈയും കാലും കണ്ണും മൂക്കും ഒക്കെ ആയിട്ട് നമ്മൾ കാണാറുണ്ട്. ശിവലിംഗം മാത്രം പീഠത്തിൽ മധ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നു. നേരെ മധ്യത്തിൽ കുറച്ച് മാറ്റിയിട്ട് പ്രതിഷ്ഠിക്കുന്നു. ശിവലിംഗം ലിംഗം എന്ന് പറഞ്ഞാൽ ആ സൂചനം എന്ന അർത്ഥത്തിലാണ്, അല്ലാതെ വേറെ അർത്ഥം തന്നെ. അങ്ങനെയുള്ള ഭഗവാനെ ആരാധിക്കാൻ നമ്മുടെ മനസ്സിലെപ്പോഴും നമ്മുടെ മനസ്സ് ഭഗവാനിലേക്ക് തന്നെ ഓടണം. അങ്ങനെ ഒന്നായിരുന്നു. അങ്ങനെ ഭഗവാന്റെ രൂപം എടുക്കുമ്പോൾ പിന്നെ ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ പല രൂപങ്ങൾ എടുക്കുന്നു. പഞ്ചാസ്യൻ, പഞ്ചഭക്തൻ, പഞ്ചമുഖൻ എന്നൊക്കെ ഭഗവാൻ പറയും. ശിവേശ്വരാനന്ദ ആഘോരൻ വാമദേവൻ ഈശാനന്ദ അഞ്ച് മൂർത്തികളുണ്ട് സദാശിവൻ. അങ്ങനെ കൽപുരുഷൻ, ഇങ്ങനെ 5 മൂർത്തികൾ. പഞ്ചകൃത്യ പാരായണം. അതുപോലെ അഷ്ടമൂർത്തി ഭഗവാൻ. അഷ്ടമൂർത്തി അതൊക്കെ അഷ്ടമൂർത്തികൾ. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ബുദ്ധി, അഹംതത്വം. അല്ലെങ്കിൽ എന്താ പറയുക, ചന്ദ്രൻ, സൂര്യൻ, ചന്ദ്രൻ, പിന്നെ ഞാൻ എന്നുള്ള ബോധം, എന്നുള്ള ബോധം. എൻ്റെ ബോധത്തിലാണ് ഈ കാണുന്ന പ്രപഞ്ചം. ഈ പ്രപഞ്ചങ്ങൾ നോക്കി കഴിഞ്ഞാൽ 8 തത്വങ്ങൾക്കുള്ള അവസരം. ഈ അറിയുന്ന ഞാനുണ്ട്, അറിയപ്പെടുന്ന ഈ പ്രപഞ്ചമുണ്ട്. അറിയപ്പെടുന്ന ഈ പ്രപഞ്ചം പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് നോക്കി ഇതാക്കുന്നത്. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം ചേർന്നിട്ടാണ് ഈ പ്രപഞ്ചം എല്ലാ വസ്തുക്കളും നിർമ്മിക്കപ്പെട്ടുള്ളത്. പിന്നെ മനസ്സും ബുദ്ധി,
മനസ്സ് സദാചന്ദ്രൻ, ബുദ്ധി സൂര്യൻ, അങ്ങനെ 8 മൂർത്തികൾ. ഘോരം അങ്ങനെ അഷ്ടമൂർത്തികളാണ് ഭഗവാൻ. അഷ്ടമൂർത്തി കിഴങ്ങാണ് ഈ പ്രപഞ്ചം മുഴുവനും അഷ്ടമൂർത്തി. പിന്നെ അതിനൊക്കെ അപ്പുറത്ത് മഹാഗുരുവായിട്ട് ആദിഗുരുവായിട്ട് ലോകത്തിന് മുഴുവൻ ജ്ഞാനം ഉപദേശിച്ചുകൊണ്ട് ദക്ഷിണാമൂർത്തിയായിട്ട് ഭഗവാൻ ഇരിക്കണം. ദക്ഷിണാമൂർത്തിയായിട്ട് രക്ഷയാകെ കഴിഞ്ഞിട്ട് സതി യോഗാഗ്യം ഗ്രഹിച്ചു പോയിരുന്ന ഭാഗവതത്തിൽ കിടക്കാം എല്ലാ പുരാണങ്ങളോട് ആ സമയത്ത് ഭഗവാൻ തപസ് ചെയ്യുന്നു. ആ പരമജ്ഞാനാവസ്ഥയിൽ ഋഷിമാർക്ക് ഉപദേശിക്കുന്നതാണ് ചിന്മുദ്ര ജ്ഞാനമുദ്ര. ഈ രൂപം ഇത് ജീവാത്മ പരമാത്മയ്ക്കാണ്. പരമാത്മാവും ജീവാത്മാവും ഒന്നാണ് എന്ന് ബോധിപ്പിച്ചുകൊണ്ട് അവിടുന്ന് തെക്കോട്ട് തിരിഞ്ഞിരുന്ന് നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ട് ദക്ഷിണാമൂർത്തിയായിട്ട് ഭൂമിഭാഗം ആരുടെ ചോദ്യം ഋഷിമാർ വയസ്സായ ഋഷിമാരുണ്ട്. അദ്ദേഹം ചെറുപ്പം ചിത്രം മൂലേ ഗുരുസ്തു കുലം വ്യാഖ്യാനം ശിഷ്യാസ്തു ചിന്ന സംശയം. ദക്ഷിണാമൂർത്തി കൃഷ്ണമൂർത്തി ചിന്മുദ്രയുണ്ടെന്നും ഇടുന്നില്ല, മൗനമാണ്. വയസ്സായ ആൾക്കാരാണ് ഋഷിമാരൊക്കെ മുമ്പിൽ വന്നിരിക്കുന്ന ഋഷിമാരൊക്കെ വയസ്സായ ആൾക്കാർ. ഇത് ഗുരുവാണെങ്കിലോ അവിടെ ചെറുപ്പം ഗുരു യുവ വൃദ്ധ മറ്റവർക്ക് വൃദ്ധമായി ശിഷ്യാസ്തു എല്ലാവരും വൃദ്ധമായി. അത് അത്ഭുതമായ കാഴ്ചയാണ് ഞാൻ കണ്ടത്. ചിത്രം അത്ഭുതം തന്നെ. വളകൾ പോലെ വളവൃക്ഷത്തിന്റെ ചുവട്ടില് ശിഷ്യ വൃദ്ധ ശിഷ്യ ശിഷ്യന്മാരൊക്കെ വൃദ്ധന്മാര് യുവ ഗുരു ഗുരു യുവാവ്. അപ്പൊ ഗുരുവസ്തു മൗനം വ്യാഖ്യാനം ഗുരുവൊന്നും ഇടുന്നില്ല. വ്യാഖ്യാനം ശിഷ്യാസ്തു സംശയം ചിന്ന സംശയം. ശിഷ്യന്മാർ സംശയക്കാർക്ക് വരുന്നു. ഋഷിമാർക്ക് കൊല്ലൊന്നും പറയണ്ട. ആ മൗനം കൊണ്ട് ഈ മുദ്ര കൊണ്ട് ഇതാണ് നമ്മുടെ ആദിഗുരു സദാശിവസമാധാനം ശങ്കരാചാര്യ മധ്യമം. അങ്ങനെ അവിടുന്ന് പാരമ്പര്യമായിട്ട് വരിക. അവിടുന്ന് വന്നു നാരദ മഹർഷി വ്യാസഭഗവാൻ ഉപദേശിച്ചു. വ്യാസമഹർഷി ഉപദേശിച്ചു. ശുഖബ്രഹ്മർഷി ഗൗഡപാദാചാര്യ ഉപദേശിച്ചു. ഗൗഡപാദാചാര്യ ശിഷ്യമായിട്ടുള്ള ഗൗരിക വിവാദത്തെ ഉപദേശിച്ചു. അദ്ദേഹത്തിന് ശങ്കരാചാര്യ ഉപദേശിച്ചു. അദ്ദേഹത്തിന് ശിഷ്യന്മാർക്കാവാദ സോളകൻ സുരേശ്വരാചാര്യ ആചാര്യന്മാർക്ക് ഈ ബ്രഹ്മവിദ്യ ഉപയോഗിച്ചു. അങ്ങനെ ആദിഗുരുവായിട്ട് എല്ലാവർക്കും പരമഗുരുവായുള്ള ദക്ഷിണാമൂർത്തിയായിട്ട് മൂർത്തിരൂപം കൊണ്ട് നമ്മളെ അനുഗ്രഹിച്ച് നമുക്ക് ജ്ഞാനോപദേശം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പരമഗുരുവായ ദക്ഷിണാമൂർത്തിയായിട്ട് നമ്മൾ നിർഗുണാവസ്ഥയിൽ നിന്ന് ഇറങ്ങി വന്ന് നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് ഭക്തന്മാരെ അനുഗ്രഹിക്കാനായിട്ട് അങ്ങനെയുള്ള ഭഗവാൻ എന്ന് ധ്യാനിക്കും. ദക്ഷിണാമൂർത്തി സ്തോത്രം ശങ്കരാചാര്യ സ്വാമികൾ ദക്ഷിണാമൂർത്തി സ്തോത്രം പാടുന്നുണ്ട്. ശങ്കരാചാര്യ മനോഹരമായിട്ട് സ്തോത്രമുണ്ട്. 10 ശ്ലോകങ്ങളുണ്ട്. വൃദ്ധന്മാരായ ശിഷ്യന്മാരും ഒരു യുവാവും. അതാണ് പാർലമെന്റ് സദാശിവൻ ആരംഭിച്ചത്. പിന്നെ വേറെ ഒരു പരമ്പര പറയും. വൈഷ്ണവന്മാരുടെ പരമ്പരകൾ പറയും. നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിഞ്ജതൻ പുത്രപരമാശം. ആദ്യം നാരായണൻ സാക്ഷാൽ മഹാവിഷ്ണു. പത്മഭുവൻ ബ്രഹ്മാവിനെ ഉപദേശിച്ചു ഈ ബ്രഹ്മവിദ്യ. ഇവിടെ ഇങ്ങനെ സദാശിവൻ ദക്ഷിണാമൂർത്തി. ദക്ഷിണാമൂർത്തി എന്നതിന് അർത്ഥം കൂടിയുണ്ട്. ദക്ഷൻ എന്ന് പറഞ്ഞാൽ കഴിവുള്ള പ്രാപ്തൻ എന്ന അർത്ഥമാണ്. എന്തൊരു പ്രവർത്തനം ഈ മൂർത്തി നാമരൂപങ്ങളൊക്കെ സൃഷ്ടിച്ച് എല്ലാം നാമരൂപാത്മകമായി കാണുന്നതൊക്കെ. ഈ മേശാന്നൊരു നാമമുണ്ട്, മേശാന്നൊരു രൂപമുണ്ട്. മൈക്ക് എന്നൊരു പേരുണ്ട്, മൈക്ക് എന്നൊരു രൂപമുണ്ട്. മൈക്ക് എന്നൊരു രൂപം നമുക്ക് ഓർമ്മ വരും. ചക്ര രൂപം നമ്മൾ മനസ്സിലാക്കുന്നത്. ചക്ര ഇത് നാമം, രൂപം ചക്രരൂപവും. അപ്പൊ നാമരൂപാത്മകമായ ഈ മൂർത്ത രൂപങ്ങളെ മുഴുവൻ സൃഷ്ടിക്കാനും രക്ഷിക്കാനും സംഹരിക്കാനും ദക്ഷനായിട്ട് പ്രാപ്തനായിട്ടുള്ള ആളാണ് ഭഗവാൻ. അതേ സമയത്ത് ദക്ഷിണ അമൂർത്തി അമൂർത്തനാണ് ഭഗവാൻ. രൂപമില്ല. ശങ്കരാചാര്യ സ്വാഗാണ്. ഇതൊക്കെ മനോഹരമായ സ്വാഗതങ്ങളാണ്. ഭഗവാനെ ഞാൻ 3 അപരാധങ്ങൾ അങ്ങോട്ട് ചെയ്തിട്ടുണ്ട്. 3 ചെയ്തു. എന്താ തെറ്റ്?
രൂപം രൂപവിവർജിതസ്വഭാവോധ്യായിലേക്ക് അങ്ങേക്ക് രൂപമില്ലല്ലോ. രൂപമില്ല. ഭഗവാൻ എല്ലാ സർവ്വവ്യാപിയല്ലേ, അനന്ത സ്വരൂപിയല്ലേ ഭഗവാൻ. എവിടെയും അറിഞ്ഞിരിക്കുന്ന ഭഗവാൻ അവിടെ രൂപം. പക്ഷെ ഞാൻ രൂപം കൽപ്പിച്ച് ആരാധിച്ചില്ലേ പരമശിവനായിട്ട് നേരത്തെ പറഞ്ഞ ആഘോഷമായിട്ട് ചടയൊക്കെ പിടിച്ചതൊക്കെ പറഞ്ഞു. ഈ രൂപമൊക്കെ നമ്മളെ കൽപ്പിച്ചു തെറ്റല്ലേ ചെയ്തത്. രൂപമില്ലാത്ത ഭഗവാൻ നമ്മൾ രൂപപ്പെടുത്തും ആരാധിക്കാനാണ്. തെറ്റല്ല. പക്ഷേ തത്വം അതിന് അപ്പുറത്താണെന്ന് ബോധിപ്പിക്കാനാണ് ആചാര്യസ്വാമികൾ അങ്ങനെ പറയുന്നത്. നമ്മൾ സങ്കല്പിക്കുന്ന രൂപത്തിലും അപ്പുറത്താണ് യഥാർത്ഥ സ്വരൂപം, ചിദാനന്ദ സ്വരൂപം എന്ന് കാണിക്കും. ധ്യാനേനകൽപ്പിതം, ഞാൻ ധ്യാനിച്ചപ്പോൾ അങ്ങയുടെ ആ സ്വരൂപത്തെ ഞാൻ ലഭിച്ചു. ആ സത്യനാഥേക്ക് ലഭിച്ചു. അതുപോലെ സ്തുത്യ അനിർവചനീയനായിട്ടുള്ള അങ്ങയെ ഞാൻ വാക്കുകളെ കൊണ്ട് പരിമിതപ്പെടുത്തി. ശിവൻ കൈലാസത്താണ് ഇരിക്കുന്നത്, ദക്ഷിണാമൂർത്തിയൊക്കെ ഉപദേശിക്കുന്നു എന്ന് പറയുമ്പോൾ വാക്കുകൊണ്ട് മനസ്സുകൊണ്ട് സങ്കല്പിക്കാൻ പറ്റില്ല. ആ തത്വത്തെ ഞാൻ വാക്കിനധികമാണ്. അപ്പൊ ഞാൻ തെറ്റല്ലേ ചെയ്തത്. വ്യാപിത്വം നിരാകൃതം ഭഗവാൻ സർവവ്യാപിയാണല്ലോ. ഭഗവാൻ ഇല്ലാത്ത ഒരു ഇഞ്ച് ഭൂമി ഒരു ഇഞ്ച് എവിടെയില്ല. ഈ കാണുന്ന ബ്രഹ്മാണ്ഡം മുഴുവൻ എങ്ങും വ്യാപിച്ച് ഇതിന് ഈ ബ്രഹ്മാണ്ഡ കോടികൾക്കെല്ലാം ആധാരമായുള്ള വസ്തുവാണ് ഭഗവാനാണ് ഈ പ്രപഞ്ചിക്കുന്നത്. അങ്ങനെയുള്ള അങ്ങനെ ഞാൻ തീർത്ഥയാത്ര കൊണ്ട് അന്വേഷിച്ചു. കാശിയിൽ പോയി, രാമേശ്വരത്ത് പോയി, ഹിമാലയത്തിൽ പോയി, കൈലാറിൽ പോയി, കൈലാസത്തിൽ പോയി ഭഗവാനെ അന്വേഷിച്ചു പോകാം. ഭഗവാൻ പിടിയില്ല. ഈ കാണാൻ ഭഗവാൻ. അപ്പൊ ഞാൻ അവിടെ പരിമിതപ്പെടുത്തി ഭഗവാനെ. അങ്ങനെ 3 തെറ്റ്. പിന്നെ എന്റെ ദോഷക്രമം മറ്റൊരു ദോഷപ്രായം 3 തെറ്റ് ഞാൻ ചെയ്തു ഭഗവാനെ. എന്നോട് ക്ഷമിക്കണമേ. അത് നമ്മളെ ബോധ്യപ്പെടുത്താൻ മനസ്സിലാക്കാതെ തെറ്റൊന്നല്ലാതെ. കാരണം നമുക്ക് അങ്ങനെ സാധ്യമാവുള്ളൂ. കാരണം മനസ്സിൽ സങ്കല്പിക്കണമെങ്കിൽ എന്തെങ്കിലും തത്വം സങ്കല്പിക്കണമെങ്കിൽ എന്തെങ്കിലും രൂപം വേണ്ടേ. നാമരൂപങ്ങളില്ലാതെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. മനസ്സിന്റെ പ്രകൃതമാണ്. അപ്പോൾ മനസ്സും ഇന്ദ്രിയങ്ങളൊക്കെ ലോകത്തേക്ക് ആ പരമതത്വത്തെ തർക്കി കൊണ്ടുവന്നതാണ് പഞ്ചാഷ്ടമൂർത്തികളും അതുപോലെ പഞ്ചവക്രൻ, ദക്ഷിണാമൂർത്തി മുതലായ സ്വരൂപങ്ങളൊക്കെ നമ്മളെ ലെവലിലേക്ക് കൊണ്ടുവന്ന് ഭഗവാൻ ഇറങ്ങി വന്നതാണ് നമ്മൾ അനുഗ്രഹിക്കാനായിട്ട്. അതുകൊണ്ട് നാമം ജപിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നാമജപമാണ് ഇപ്പോൾ. നാമം ദിവസം ശിവായ ഏത് നാമം ജപിക്കാം. 1 കോടി കോടി തവണ തിരുനാമം കൊണ്ടായി അരുതാത്തതില്ല നാരായണ. കോടി കോടി തിരുനാമങ്ങളിലെ ഒന്നും അരുതാത്തതില്ല. അതുകൊണ്ട് നാമം നിരന്തരമായിട്ട് ജപിച്ചാൽ ഞാൻ നിങ്ങളോട് കുറച്ച് പറയുന്നു, വലിയ പരിവർത്തനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. ധാരാളം അനുഭവങ്ങൾ എനിക്കുണ്ട്. എത്രയോ മന്ദബുദ്ധികളായ ആളുകളെ നല്ല ബുദ്ധിയുള്ളതാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നാമജപമാണ്. എന്റെ അനുഭവത്തിലുണ്ട്. ഞാൻ സമയം ചെലവാക്കി നല്ല മന്ദബുദ്ധി. ക്ലാസ്സിലൊക്കെ 0 മാർക്ക് മരിച്ചതൊക്കെ കുട്ടി ക്ലാസ്സിൽ ISI മാർക്ക് മരിച്ചത് നമ്മുടെ എന്റെ അനുഭവമാണ്. ഞാൻ പറഞ്ഞു. അതുപോലെ ഒരു കുട്ടിയൊന്നുമല്ല, പല കുട്ടികളും. അപ്പോൾ ഞാൻ പറയുന്നത് കുട്ടികളോടൊക്കെ പറയുന്നു, നിങ്ങൾ കുറച്ച് നേരം നാമം ജപിക്കൂ. ഇരുന്നിട്ട് മനസ്സായി അഗ്രഹമാക്കിയിട്ട് ഭഗവാന്റെ സ്വരൂപം ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ 10 പ്രാവശ്യം വായിക്കുന്നത് 10 പ്രാവശ്യം വായിച്ചാൽ നിങ്ങൾ നോക്കി. കാരണം നമ്മുടെ മനസ്സിന്റെയും നമ്മുടെ മനസ്സിന്റെ ശക്തി മുഴുവൻ ഇന്ദ്രിയങ്ങളോട് പ്രവർത്തിക്കുന്നത്. വായിക്കുന്ന ദോഷം മനസ്സ് വളരെ ചിന്തിച്ചു കൊടുക്കും. ഭഗവാനിലേക്ക് ഫോക്കസ് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ, ഭഗവാന്റെ രൂപം നമ്മൾ ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഏകാഗ്രത വരും. കോൺസെൻട്രേഷൻ. ആ കോൺസെൻട്രേഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാൻ ബുദ്ധിക്ക് കഴിയും. ഓർമ്മയുണ്ടോ? ഓർമ്മശക്തി മതി. ശക്തിയൊക്കെ പരാശക്തിയാണ്. നമ്മുടെ സ്മൃതി ഇതൊക്കെ ഓർമ്മശക്തികളല്ലേ. ഓർമ്മക്കൊക്കെ സ്മൃതി, മേധാക്ഷമാക പ്രവർത്ത ദേവിയുടെ സ്വരൂപങ്ങളാണ്. അതുകൊണ്ട് ഭഗവാനോട് ഭഗവതിയുണ്ടോ. അപ്പോൾ നാമം ജപിച്ചാൽ എന്തൊക്കെ ഭാഗം പറഞ്ഞു നിർത്താം. ദൂരീകൃതാരി ദുരിതാരി ദുരക്ഷാണി. ദൂരീകൃതാരി ദുരിതാരി. എന്തൊക്കെയോ ദുരിതം കൊണ്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അവിടെ ജനിച്ചു വന്നപ്പോഴേ അതൊക്കെ തലയിൽ എഴുതിയിട്ട് ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കഷ്ടപ്പാടുകൾ രോഗങ്ങളായിട്ടും ബന്ധുയോഗങ്ങളായിട്ടും ദാരിദ്ര്യമായിട്ടും പലതരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ദുരീകൃതാരി ദുരിതാരി. ഭഗവാനെ അങ്ങയുടെ നാമം ജപിച്ച് അങ്ങയുടെ കഥകൾ കേട്ട് അങ്ങയെ കുറിച്ച് ചിന്തിച്ച് എന്റെ എല്ലാ ദുരിതങ്ങളും ദൂരീകൃതമായി വേറെ ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് അങ്ങനെയൊന്നുമില്ല. ദുരിതങ്ങളൊന്നുമില്ല. ദുരക്ഷരാണി. ദുഷിച്ച അക്ഷരങ്ങളൊന്നുമില്ല. ഓരോ തലയിൽ എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ, നമ്മൾ ഇതിനൊക്കെ അനുഭവിക്കും. അതുമില്ല. ദൗർഭാഗ്യ ദുഃഖ ദുരഹം നിർമ്മാജാംശി. ദൗർഭാഗ്യങ്ങളും പോയി,
ഭാഗ്യഹീനനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അപ്പൊ ഭഗവാനെ വധിച്ചതുകൊണ്ട് എനിക്ക് ഭാഗ്യക്കുറവൊന്നുമില്ല. എനിക്ക് എല്ലാം തൊട്ടതുകൊണ്ട് എല്ലാം മംഗളമായിട്ട് വരുന്നു. ദൗർഭാഗ്യ ദുഃഖം പോകുന്നു, ദുരഭിമാനം പോയി. നമ്മൾ വലിയ ആളാണ്, അതിൽ എല്ലാവരും ബഹുമാനിക്കുന്നവർക്ക് വിചാരിക്കും. ആ ദുരഭിമാനങ്ങളൊന്നും ഇല്ല. ദുർവചാംസി, ദുഷിച്ച വാക്കുകളൊന്നും വരുന്നില്ല. പണ്ടൊക്കെ ഞാൻ തെളിവ് പറഞ്ഞിരുന്നു. ആൾക്കാർ വഴക്ക് പറയുമ്പോൾ ഞാൻ തെളിവ് പറയാം, ഞാൻ കേട്ടോ അല്ല പറയാ. ഈ മക്കളാവുന്നതിന് മുമ്പ് നമ്മൾ പല തെളിവ് പറഞ്ഞിട്ടുണ്ടോ, ദുഷിച്ച വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഭഗവാനെ ഭജിക്കാൻ തുടങ്ങി, ഭഗവാന്റെ നാമം നമ്മുടെ നാമയിൽ തത്തി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മൾ ദുഷിച്ച വാക്ക് നമുക്ക് വരില്ല, ക്രമം ധരിച്ചാൽ വരില്ല. പരമാവധി നമ്മൾ പെരുമാറൊക്കെ കുറയ്ക്ക് പറഞ്ഞു, അതിനപ്പുറത്തേക്ക് പോകില്ല. കാരണം അവര് ഗായത്രി ജപിക്കുന്നവരാണ്, പഞ്ചാക്ഷരം ജപിക്കുന്നവരാണ്. അവര് നാവില് പരമാവധി വേണ്ടത് ഒഴിവാക്കുക എന്താണ്? പറയുക കഴുത എന്നൊക്കെ പറയും, കഴുതേ പറയില്ല. അതേ വരുന്നത് കാരണം വാക്കൊക്കെ ശുദ്ധമായി. ദൗർഭാഗ്യ ദുഃഖ ദുരഹംസി ഇടപെടാതെ ഭഗവാന്റെ ചരിതം കേട്ട് കേട്ടു പറഞ്ഞു. അങ്ങനെ എനിക്കിപ്പോ അങ്ങനെ സംസ്കാരം എനിക്ക് നേടിക്കഴിഞ്ഞു. ഗൗരീനാഥ എന്നെ അങ്ങയുടെ സക്കടാക്ഷം കൊണ്ട് എന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകള് ഭഗവത് പാദത്തിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇനി നേരെ കേൾക്കുന്നു നിങ്ങൾക്കൊക്കെ എന്റെ നമസ്കാരം. അതായത് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും, എല്ലാവരുടെ ബുദ്ധിയും ഭഗവത് ചിന്ത ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി